Good morning. Good morning. Yes. Nabi, good Good morning. morning, sir. Good morning, sir. എന്താ വിശേഷങ്ങൾ? പുറത്തോട്ട് നോക്കണം, നല്ല തണുപ്പാട്ടോ. യെസ്, എന്താണെന്ന് മടി. ഇന്നലത്തെ വീഡിയോ കണ്ടിരുന്നോ? കേൾക്കുന്നുണ്ട് എന്നെ? കേൾക്കുന്നുണ്ടോ, സർ? ശരി. ഇന്നലത്തെ വീഡിയോ കണ്ടിരുന്നോ എന്ന് ചോദിച്ചത്. Good morning. യെസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. യെസ്, ഇന്ന് തുടങ്ങിയാലോ. ബിസിനസ് മൈൻഡ് സെറ്റ്. എങ്ങനെ ഇരിക്കണം ബിസിനസ് മൈൻഡ് സെറ്റ്? വലിയൊരു പ്രശ്നമാണ് അല്ലേ? ഒന്ന് വീഡിയോ ഓണാവട്ടെ, പെട്ടപ്പെട്ടാന്ന് ഓടിയാവട്ടെ, വീഡിയോ ഓണാവട്ടെ. യെസ്, ഗുഡ് മോർണിംഗ് ജുഹൈന. ഞങ്ങള് നേരത്തെ എത്തി കേട്ടോ. എന്താ ഉറക്കമൊന്നുമില്ലേ സിന്ധുലതേ എന്നാണ് ആർസി ചോദിച്ചിരുന്നത്. സിന്ധുലത പക്ഷെ സിന്ധുലതയ്ക്ക് ഉറക്കമൊന്നുമില്ല. ഞാനല്ല സ്ഥിരാണെന്നൊക്കെ അല്ലേ? ഞാനങ്ങനെ പെണ്ണുങ്ങളോടൊന്നും അധികം സംസാരിക്കാം. എങ്ങനെ 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 എന്താണ് ആർസി? ടെൽസി പറയ് ടെൽസി. അല്ല, ഞാനല്ല സുനിൽ സാറാണ് സംസാരിച്ചത്. ഉറക്കില്ല. എന്താ താങ്കൾ സുനിൽ സാറിനെ വിളിക്കുന്നത്? സുനിൽ സഖാവ്. ആ അല്ല, ഞാനെന്തോ പറ്റിയെന്ന് വിചാരിച്ചു. വല്ലപ്പോഴും ആ വഴി വന്നു പോകുന്ന ജീവൻ സാറെ വരെ സഖാവെ എന്ന് വിളിച്ച ആള്. അല്ല, ജീവൻ സാർ എന്റെ നമ്പർ തപ്പിപ്പിടിച്ചിട്ട് എന്നെ വിളിച്ചാണ്. ആകെ ജീവൻ സാറ് വിളിക്കുന്ന നിങ്ങളെ മാത്രമേ ഉള്ളൂ ഞാൻ കേട്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞേ ഉള്ളൂ, എല്ലാവരും നമ്മുടെ ടീമിലുള്ള എല്ലാവരെയും വിളിക്കണം, കണക്ട് ചെയ്യണം. ഞാൻ രാമേന്ദ്രൻ 2 വട്ടം വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. വിളിക്കാറുണ്ട്. അങ്ങോട്ട് വിളിക്കാറുണ്ട്. സാറിന് അങ്ങോട്ട് വിളിച്ചാൽ കിട്ടൂല. സാർ സഖാവ് യെസ് 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 പുതിയതായിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട്? യെസ്, ഇക്ബാൽ ഗുഡ് മോർണിംഗ്. യെസ് യെസ് തുടങ്ങല്ലേ? ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. തുടങ്ങല്ലേ? യെസ്. അപ്പൊ ഇന്നലെ പറഞ്ഞെടുത്ത കാര്യങ്ങള് ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മകളോ എന്തെങ്കിലും ഉണ്ടോ അയവിറക്കാൻ? ആരാ അയവിറക്കുന്നത്? ഇന്നലെ നമ്മൾ 3 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ബേസിക്കലി. അതായത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബിസിനസിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് 3 കാര്യങ്ങൾ വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞത് മനസ്സാണ് അല്ലെ? നമ്മുടെ മനസ്സറിയണം.
നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, വൈ ഇറ്റ്സ് ടു ബി ഹാപ്പൻ എന്നുള്ളത്. രണ്ടാമത്തത് നമുക്ക് വേണ്ട വിഷനെ കുറിച്ചിട്ടാണ്. ഏതൊരു കമ്പനിക്കും കൃത്യമായിട്ടുള്ള വിഷൻ വേണം. അത് 1 ഇയർ ആയിക്കോട്ടെ, 5 ഇയർ ആയിക്കോട്ടെ, 3 ഇയർ ആയിക്കോട്ടെ, ലോങ് ടേം വിഷൻസ് നമ്മുടെ മുന്നിൽ എപ്പോഴും വേണം. മൂന്നാമത്തത് മിഷനാണ്. എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പിന്നെ സംസാരിച്ചത്. ശരിയല്ലേ? അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ്. ഒരു സംശയമില്ല, അല്ലേ? ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരോടും, നിങ്ങൾക്ക് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പണത്തിന് വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നത്. ശരി, നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് എന്ന് കരുതുക, നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. പക്ഷെ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത്, പ്രോബ്ലംസ് വരുന്ന സമയത്ത്, അത് ഉറപ്പാണ്, അത് വരുന്ന സമയത്ത് അത് നേരിടാൻ പറ്റുന്നൊരു മനസ്സ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഉദാഹരണം പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടിരിക്കുന്നത് എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. കാരണം എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബിസിനസ് ബന്ധപ്പെട്ട ഫാമിലിയേ അല്ല. ഒരു പക്ഷെ എൻ്റെ ഫാമിലിയിൽ ആദ്യത്തെ ബിസിനസ്സുകാരൻ ഞാനായിരിക്കും. ബിസിനസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കുന്ന, ബിസിനസ് എന്ന് പറയുന്നത് നഷ്ടത്തിന്റെ കണക്കാണെന്ന് വിചാരിക്കുന്ന, ബിസിനസ് ഒന്നും ചെയ്തിട്ട് ഒരുപാട് കാശൊന്നും ഉണ്ടാക്കിയിട്ട് അതിലൊന്നും കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു തരം പ്രത്യേക അസുഖമുള്ള ഫാമിലിയാണ് എൻ്റെത്. മാക്സിമം വീട്ടിലെ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിനെ അറിയാലോ, ടീച്ചേഴ്സ് ഒരിക്കലും കച്ചവടക്കാരനാവാൻ ഒരാളെയും പഠിപ്പിക്കില്ല. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സ് എന്നിട്ട് ഞാൻ പറയുന്നത്. കച്ചവടക്കാരനാവാൻ ഒരാളെയും പഠിപ്പിക്കില്ല. അവർ പഠിപ്പിക്കുന്നത് എഞ്ചിനീയർ ആവാൻ, ഡോക്ടർ ആവാൻ, പോലീസുകാരനാവാൻ, ടീച്ചർ ആവാൻ, ക്ലർക്ക് ആവാൻ. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ വ്യവസ്ഥ അതാണ്. ക്ലറിക്കൽ ജോബ് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ വ്യവസ്ഥകൾ. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന്, എൻ്റെ അച്ഛനമ്മ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ഭാര്യ വീട്ടുകാർ, അങ്ങനെയുള്ള തുടങ്ങുന്ന ഏതൊക്കെ ആളുകൾ എൻ്റെ കൂട്ടുകാരായിട്ടോ ബന്ധുക്കാരായിട്ടോ ഉണ്ട്, അവരുടെ അടുത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടാണ്. ഇവര് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും. എന്ത്? ഓരോ മാസവും നമ്മുടെ ഈ ചെടി നട്ടിട്ട് ഉടനെ വേര് പൊക്കി നോക്കണ പോലെ എന്തായി 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 എന്നൊരു ചോദ്യമുണ്ട്. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു മാസം കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വിചാരിച്ചത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റോ പ്രോജക്റ്റോ അല്ല. എന്നാൽ കാശുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചവരുണ്ട് ഒരുപാട് പേര്, അല്ലെ? കാശുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചവരെല്ലാവരും ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യം എന്താണ്? കാശുണ്ടാക്കണം. ബിസിനസ്സിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. ആരോ പറഞ്ഞു പഠിപ്പിച്ചു. കാരണം ബിസിനസ്സുകാർ, ഇപ്പൊ ജുഹൈനെ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം അറിയും? എനിക്കറിയാം, ജുഹൈനെ കണ്ടിരിക്കുന്ന ബിസിനസ്സുകാരെല്ലാം കാശുള്ളവരാണ്. അതായത് നാട്ടിലെ കാശുള്ളവർ മുഴുവൻ ബിസിനസ്സുകാരാ. എന്തെങ്കിലുമൊക്കെ ബിസിനസ് നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും. ജോലിക്കാരേക്കാൾ കൂടുതൽ കാശുള്ളത് ബിസിനസ്സുകാരുടെ അടുത്താന്നുള്ളൊരു ധാരണ ജുഹൈന അടുത്തുണ്ട്. ഇല്ല ജുഹൈന? അതുകൊണ്ടാണ് ജുഹൈന ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ജോലിയൊക്കെ നിർത്തിയിട്ട് വേണം ഒരു ബിസിനസ് തുടങ്ങാൻ. അതായത് ഈ റിട്ടയർഡ് ലൈഫിൽ എന്തോ തുടങ്ങുന്ന സംഭവമായിട്ടാണ് ബിസിനസ്സിനെ കണ്ടിരിക്കുന്നത് പലരും. കുറച്ചു കാലം ജോലി ചെയ്ത്, ഒരു 10-40 വയസ്സ് വരെ ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് തുടങ്ങേണ്ട ഒരു പരിപാടി. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഗൾഫിലെ ശമ്പളം ഇവിടെ കിട്ടില്ലല്ലോ. അപ്പോ ആ ശമ്പളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. ഇതൊന്നുമല്ല ബിസിനസ്. ബിസിനസ്സിന് കൃത്യമായിട്ടുള്ള റീസൺ വേണം, പർപ്പസ് വേണം. ആ പർപ്പസ് ഇല്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും ബിസിനസ്സുകൾ പാളിച്ച പറ്റുന്നത്. എന്താണ് പർപ്പസ്? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ട് കാര്യം, എൻ്റെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ബുക്കും പേപ്പറും നിർബന്ധമാണ്. ബുക്കും പേനയും, പേപ്പറല്ല, നിർബന്ധമാണ്. എന്താണ് പർപ്പസ്? നിങ്ങളുടെ ജീവിതത്തിലെ പർപ്പസ് എന്താണ്? എന്താണ് ഈ പർപ്പസ് എന്ന് പറയുന്നത്? യു ഹാവ് എ പാഷൻ.
നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അത് ഉറക്കമാവാം, ഭക്ഷണം കഴിക്കലാവാം, എന്തെങ്കിലും ഒരു ജോലി എടുക്കുന്നതാവാം, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതാവാം, പഠിക്കുന്നതാവാം, അതിനെക്കുറിച്ച് ചെയ്യുന്ന. അപ്പൊ സിന്ധുലതയെ സംബന്ധിച്ചിടത്തോളം സിന്ധുലത A to Z ആണെങ്കിൽ പറയുന്നത് ചെടികളെ കുറിച്ച് മാത്രമാണ്. ചെടികൾ ചെടികൾ ചെടികൾ. അപ്പൊ സിന്ധുലതയുടെ പാഷൻ എന്ന് പറയുന്നത് സസ്യപരിപാലനമാണ്. പലതരത്തിലുള്ള ചെടികളെ കുറിച്ചിട്ടുള്ള അതിന്റെ പരിപാലനമാണ് സിന്ധുലതയുടെ ഏറ്റവും വലിയ പാഷൻ. അപ്പൊ സിന്ധുലതയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറയുന്നത് കാറ്ററിംഗ് ബിസിനസ് അല്ല, അല്ലെങ്കിൽ തുണിക്കച്ചവടം അല്ല. സിന്ധുലതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബോറടിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജോലി അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പാഷൻ മുന്നിൽ കിടക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനം. ആ പാഷനും പ്രൊഫഷനും കൂടി തമ്മിൽ യോജിക്കുന്ന സമയത്ത് അതിനൊരു പർപ്പസ് ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ അതിനൊരു പർപ്പസ് ഉണ്ടാവും. അത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. മറ്റേത് രാവിലെ ആയോ എന്ത് തണുപ്പറിയോ? അയ്യോ രാമേന്ദ്രേട്ട, രാവിലെ ബാംഗ്ലൂർ ഇപ്പൊ എന്ത് തണുപ്പറിയോ? ഈ തണുപ്പത്ത് രാവിലെ 5 മണിക്ക് എഴുന്നേക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്, വലിയ കഷ്ടമാണ്, ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ എന്നാലും 5 മണിക്ക് ഇതുണ്ടോ ഇങ്ങനെ വേർതിരിക്കുന്നത് കണ്ടോ, നെറ്റ് വേർക്കുക. 5 മണിക്ക് തുടങ്ങും. എന്തുകൊണ്ട്? ഒറ്റ ലക്ഷ്യമുള്ളൂ. ഇന്ന് 2nd of the month, ലാസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ. ഈ മാസം അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബിസിനസ്സിൽ ഉണ്ട്. അത് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ കഷ്ടപ്പാട് എൻ്റെ പാഷനാണ്. എനിക്ക് ഓടാൻ ഇഷ്ടമാണ്. ഏതോട്ടം? ജോഗിങ് ഇഷ്ടമല്ല. മറിച്ച് കമ്പനിയുടെ ആവശ്യത്തിന്, ബിസിനസ് ആവശ്യത്തിന് നിങ്ങൾ എവിടെ പോയിട്ട് വരാൻ പറഞ്ഞോ ഞാൻ ഓടും, റൺ ചെയ്യും. എനിക്ക് ഒരു കുഴപ്പമില്ല. രണ്ടാമത്തത്, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. യെസ്, ട്രെയിനിങ് എടുക്കാൻ ഇഷ്ടമാണ്, ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതെന്റെ പാഷനാണ്, എൻ്റെ പ്രൊഫഷനാണ്. സോ ഐ ക്യാൻ അച്ചീവ് മൈ പർപ്പസ്, ഐ ക്യാൻ റീച്ച് മൈ പർപ്പസ്, അല്ലെങ്കിൽ ഐ ഹാവ് എ പർപ്പസ്. ഇതിൽ പലർക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ചെയ്യുന്ന ജോലി അതെന്തോ ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇത് നിങ്ങളുടെ ഒരു പർപ്പസിന്റെ ഭാഗമായിട്ടോ പ്രൊഫഷന്റെ ഭാഗമായിട്ടോ പാഷന്റെ ഭാഗമായിട്ടോ കാണാൻ കഴിയാത്തോടത്തോളം കാലം കഷ്ടപ്പാടാണ്. ഇന്നലെ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, ഒരു പയ്യൻ പറഞ്ഞു, 24 വയസ്സുള്ള പയ്യനാണ്, 24-25 വയസ്സുണ്ടാവും. അവൻ പറഞ്ഞ കാര്യമുണ്ട്. അവന്റെ ഓഫീസിൽ 5 മണിപ്പൂക്കൾ എന്നാ വിളിക്കുക അത്രേ അവിടുത്തെ കുറച്ച് സ്റ്റാഫിനെ. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം 5 മണി ആവാൻ കാത്തിരിക്കുകയാണ് അവര് 5 മണി ആവാൻ കാത്തിരിക്കുകയാണ്. 5 മണി എന്നുണ്ടെങ്കിൽ അവര് വേറെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ ഇറങ്ങിയിരിക്കും ഓഫീസിൽ. നമ്മളത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന എവിടെയാണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന എവിടെ? ഈ 5 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് കൃത്യമായിട്ട് ഇറങ്ങുന്ന എവിടെയാ കണ്ടിട്ടുള്ളത്? ഗവൺമെന്റ് ഓഫീസിൽ 4:50 ഇപ്പൊ പഞ്ചിങ് വന്നതോട് കൂടിയിട്ട് 4:55 എന്നൊരു സമയം, അല്ലെങ്കിൽ 5 മണി അല്ലെ സമയം, 9 to 5 അല്ല, 10 to 5, 5 മണി എന്നൊരു സമയത്തിന് 4:55 എന്ന സമയം ഉണ്ടെങ്കിൽ പഞ്ചിങ് മെഷീന്റെ ബാക്കിൽ ക്യൂ നിൽക്കുന്നത് കാണാം പലരും. 5 മണിയാവാൻ കാത്തിരിക്കുകയാണ്. അവർ പറയണ എന്താണ്? തിരക്കുണ്ട് പോയിട്ട്. എന്ത് തിരക്കാ? തിരക്കൊന്നുമില്ല. അവർക്ക് ആ ജോലി ചെയ്യാൻ ഇഷ്ടമല്ല. അവരിൽ മിക്കവാറും വീട്ടുകാരെ നിർബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കംഫേർട്ട് സോണിന് ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരാണ്. അവരേത് ഡിപ്പാർട്ട്മെന്റ് ആയാലും, അത് ബിവറേജ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും വേണ്ടില്ല, വേറെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും വേണ്ടില്ല, അവർക്ക് ശമ്പളം വേണം, പണം വേണം, പൈസ കിട്ടണം, ഒരു സംശയമില്ല. 5 മണിക്ക് അവരിറങ്ങും. അതാണ് 5 മണി പൂക്കൾ. ഏത് ജോലി അവർക്ക് ചെയ്യണോ, എന്ത് ജോലി അവർക്ക് ചെയ്യാനുണ്ടോ, നാളത്തേക്ക് എന്ത് ചെയ്യാനുണ്ടോ ഇല്ല. ഇക്ബാൽ ഭായി 5 മണിക്ക് ലാസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ പണി നിർത്തിയ ഒരു ദിവസം എന്ന് പറയൂ? ഓർമ്മയില്ല. ഇല്ല, അങ്ങനെയല്ല. ഇല്ല. ഇതാണ് ബിസിനസ്സുകാരനും ഒരു എംപ്ലോയിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ആദ്യം ഒരു ബിസിനസ്സുകാരൻ അവന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കി കളയേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഇസ് നോട്ട് ഇൻ ടൈം ഫ്രെയിം. ബിസിനസ്സുകാരൻ അവരെ കുറെ കാലം, ഞാൻ ഒരു ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാം.
നമ്മളെയൊക്കെ വളർത്തിയിരിക്കുന്നത് ഈ എംപ്ലോയി ആവാനാണ്. ആരെങ്കിലും കച്ചവടക്കാരനാവാൻ വളർത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റാൻഡ് വിട്ടു പോകേണ്ടതാണ്. അത് നിങ്ങൾക്കുള്ള ക്ലാസ് അല്ല. സീരിയസ്ലി, ഇത് നിങ്ങൾക്കുള്ള ക്ലാസ് അല്ല. ബിസിനസ്സുകാരനാവുന്ന ജനിച്ചപ്പോ മുതലേ ബിസിനസ്സുകാരനാവാനുള്ള ട്രെയിനിങ് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് സ്റ്റാൻഡ് വിട്ടു പോകണം. കാരണം എനിക്ക് ഉറപ്പാണ് ഒരാളും പോവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ നാട്ടില് LKG തൊട്ടിട്ട് അല്ലെങ്കിൽ PKG തൊട്ടിട്ട് അംഗനവാടി തൊട്ടിട്ട് 2 വയസ്സിൽ കൊണ്ടുപോയിട്ട് ക്രഷില് അല്ലെ, അവിടെ തൊട്ട് പഠിപ്പിക്കുന്നത് ആരുടെയോ എംപ്ലോയി ആവാനും ശമ്പളം മേടിക്കാനുമാണ്. ആണോ? നമ്മുടെ സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണെന്നാ പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതൊരു സെമിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു പുതിയ നോളേജ് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ പല പല സെമിനാറുകളും വെബിനാറുകളും ഒക്കെ എവിടെയൊക്കെ നടക്കുന്നതൊക്കെ ഞാൻ കയറിയിരിക്കും. എനിക്ക് കിട്ടിയ വർഷം, അടുത്ത വർഷം സ്കിൽ ഇയർ ആയി പ്രഖ്യാപിച്ചിരിക്കുന്നു. 2025 സ്കിൽ ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ 40 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഒരു സ്കിൽ ഇയർ കാണാൻ. സ്കില്ലിനെ കുറിച്ച് നമ്മുടെ സർക്കാർ സംസാരിക്കുന്നത് കേൾക്കാൻ 40 വർഷം കാത്തിരിക്കേണ്ടി വന്നു. കാരണം എന്നെയും നിങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് 1-ാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണങ്ങൾ, 1-ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം നമ്മുടെ ഉള്ളിൽ ഒരു കമ്പ്യൂട്ടറിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാറ്റ സ്റ്റോറേജ്, നോളജ് ഷെയറിങ്. നോളേജ് ആണ് വലുത്, നോളേജ് ഈസ് പവർ എന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് അതിൽ ടാൻ തീറ്റയൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ട് സത്യമായിട്ട്, സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ ഉണ്ട്. എന്തിനാ പഠിച്ചെന്നുള്ളത് പലർക്കും ഇപ്പോഴും സംശയമായിരിക്കും. ഞാൻ കണക്ക് പഠിച്ചവനാട്ടോ. കുറെ നോളേജ് കുത്തിത്തിരികിയിട്ട് നമ്മുടെ ഉള്ളിൽ തല നിറച്ച് വെച്ചിട്ട് അവസാനം ഇതൊക്കെ എവിടെ കൊണ്ട് കളയണം എന്നറിയാതിരിക്കും ഇപ്പൊ നമ്മളൊക്കെ. എന്നിട്ട് ഓരോരുത്തരും ജുഹൈനോട് പറഞ്ഞെന്താ, പഠിച്ച് വലുതായി ഒരു നല്ല ജോലിയൊക്കെ മേടിച്ചിട്ട് വരുമ്പോ ടീച്ചറെയൊക്കെ നോക്കണേ, മൈൻഡ് ചെയ്യണേ എന്നല്ലേ ടീച്ചർ പഠിപ്പിച്ചത്? പഠിച്ച് വലുതായി വലിയ നല്ലൊരു ജോലിയൊക്കെ കിട്ടുമ്പോൾ നമ്മളെ ജോലി ചെയ്യാൻ മാത്രമാ പഠിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ട് ഒരു ബിസിനസ് ചെയ്യണതിനെ കുറിച്ചില്ല. കുട്ടി വീഴല്ലേ, കുട്ടി അങ്ങോട്ട് പോകുമ്പോ ശ്രദ്ധിക്കണേ, അത് ചെയ്യരുതേ, ഇത് ചെയ്യരുതേ. ഞാൻ ചോദിച്ചോട്ടെ, എന്തെങ്കിലും ചെയ്യണ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അത് ചെയ്യരുതെന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നു, പാരന്റിംഗ് ഒന്നും ഞാൻ ക്ലാസ് എടുക്കാറില്ല, അറിയാനിട്ടല്ല. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് ദയവായിട്ട് ചെയ്യരുത് എന്ന് പറയരുത്. അത് ചെയ്യരുത്, ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. ആ വഴി പോകരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ കുട്ടി കഞ്ചാവിന്റെയും കള്ളിന്റെയും വഴി പോകരുത് കേട്ടോ. ശരി അമ്മ, അല്ലെങ്കിൽ ശരി ടീച്ചറെ, നേരെ MDMA വഴിയിടുന്നു. ഇതാണ് ഇപ്പൊ സംഭവിച്ചുള്ളൂ. ഏത് വഴി പോകരുത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഏത് വഴി പോണം എന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനത്തിന്റെ പേര് ഞാൻ അതിനെ വിളിക്കുന്നത് എംപ്ലോയി മൈൻഡ് സെറ്റ്. എംപ്ലോയി മൈൻഡ് സെറ്റ്. സനീഷ് ജി, താങ്കൾക്ക് ഇപ്പോഴും ഉള്ളത് ആ എംപ്ലോയി മൈൻഡ് സെറ്റാണ്. അതുകൊണ്ടാണ് ഞാനാണ് ഈ കമ്പനിയുടെ മുതലാളി എന്ന് ഉറച്ചു പറയാൻ പറ്റാതെ ഞാൻ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന വൺ ഓഫ് ദ ഇങ്ങനെ പറയേണ്ടി വരും. പലർക്കും എംപ്ലോയീസിനോട് പറയാൻ പേടിയാണ് ഞാൻ ഇതിന്റെ മുതലാളിയാണെന്നത്. ഇനി രസകരമായ കാര്യം, പലർക്കും നല്ല തള്ളു വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മാനേജറുടെ അണ്ടറിലേ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നേ. എന്തുകൊണ്ടാണ് സനീഷ് ജി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നത്? അതെനിക്ക് ബിസിനസ് പടിയിൽ പൈസ തന്നുകൊണ്ട് മാത്രമല്ല. സനീഷ് ജിക്ക് ഒരു ആവശ്യമുണ്ട്. എന്താണ്? ഒരു പുഷിന്റെ ആവശ്യമുണ്ട്. ഈ എംപ്ലോയി മൈൻഡ് സെറ്റിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഒരു പുഷ് എവിടെയാണ് മിസ്സിങ്? ആ പുഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും അവരുടെ വളർച്ച കുറവാണ്. ഈ എംപ്ലോയി മൈൻഡ് സെറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് എപ്പോഴും മോട്ടിവേഷൻ വേണം. അത് മറ്റുള്ളവർ പറയുന്ന മോട്ടിവേഷനാണ് ഏറ്റവും സന്തോഷം. സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ ഒന്നുമില്ല. സനീഷ്, യു ഹാവ് ഡൺ ഗുഡ് ജോബ്. താങ്ക് യു സർ.
കാരണം നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടി വളർന്നവരാണ്. പുളിങ്കുരു പെറുക്കൽ സർട്ടിഫിക്കറ്റ്, ഒരു ഗ്ലാസ് ഒരു സർട്ടിഫിക്കറ്റ്. നാരങ്ങ സ്പൂൺ മിഠായി ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ കിട്ടി 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 പഠിച്ചോട്ടെ. അല്ലെങ്കിൽ വന്നിട്ട് തോളത്തൊരു തട്ട്, കുട്ടിയുടെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ടീച്ചർ വന്ന് തോളത്തൊരു തട്ട് തട്ടും. അപ്പൊ എന്തിനും നമുക്ക് എന്ത് വേണം? സപ്പോർട്ട് വേണം. ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, മോട്ടിവേഷൻ. അപ്പൊ അതുകൊണ്ട് പലരുടെയും വിചാരം ബിസിനസ്സിന് മോട്ടിവേഷന്റെ കാര്യം എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ബിസിനസ്സിൽ മോട്ടിവേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. ഒരു സംശയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു മോട്ടിവേഷന്റെ ആവശ്യമില്ല. എന്നെ ഒരാൾ പിന്നിൽ നിന്ന് ശ്രീജിത്ത് യു ആർ ഗ്രേറ്റ്, യു ആർ ഡൂയിങ് വെരി ഗുഡ് ജോബ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരാളുടെയും ആവശ്യമില്ല. കാരണം എന്താ അറിയോ? എന്റെ പർപ്പസ് എന്നെ നയിച്ചോളും. പണ്ട് എംഒ ജോൺ നമ്മെ നയിക്കുന്നു പറഞ്ഞിട്ട് കേരളത്തിലെ മതിലുകളായ മതിലുകൾ മുഴുവൻ കോൺഗ്രസ്സുകാർ എഴുതി വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എംഒ ജോൺ നമ്മെ നയിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി അവരെ ആവുമെന്ന് പറഞ്ഞ ആളാ. ആ എഴുതി വെച്ച ആ മണ്ഡലത്തിൽ 8 നിലയിൽ പൊട്ടി എംഒ ജോൺ. അതുപോലെയാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഇക്ബാലിനോടും സനീഷിനോടും ഒക്കെ ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ ഓരോരുത്തർക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്നവരല്ലേ? നിങ്ങൾ കൊടുക്കുന്ന മോട്ടിവേഷൻ, നിങ്ങളുടെ ടീമിന് കൊടുക്കുന്ന മോട്ടിവേഷൻ ആത്മാർത്ഥമായിട്ടാണോ? അവരെന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലേ നിങ്ങളത് ചെയ്യുന്നത്? ആത്മാർത്ഥതയില്ലാത്ത മോട്ടിവേഷന് എവിടെയെങ്കിലും ഒരു ടീമിനെ, ഒരാളെ മുന്നോട്ട് നയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് തരുന്ന മോട്ടിവേഷൻ എൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഈ എംപ്ലോയി മൈൻഡ് സെറ്റിന്റെ പ്രശ്നം അതാണ്. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. ഞാൻ സിമ്പിൾ ഒരു കാര്യം പറയാം. നമുക്ക് ബേസിക്കലി പ്രത്യേകിച്ച് മലയാളീസിന് എംപ്ലോയി മൈൻഡ് സെറ്റ് ഉണ്ട്. ഇതങ്ങടെ ആക്സെപ്റ്റ് ചെയ്യേ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണി മുതൽ ജോലിക്ക് ഇറങ്ങുന്ന ഒരു സ്വഭാവം. എന്തേ അന്ന് രാവിലെ സംസാരിച്ചപ്പോ ഇക്ബാൽ അപ്പൊ തന്നെ കുളിച്ച് പുറപ്പെട്ട് പോകാൻ തീരുമാനിച്ചേ? ഓർമ്മയുണ്ടോ? 7 മണിക്ക് 9 മണിക്ക് എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് പോവാമെന്ന് തീരുമാനിച്ച ആളാണ്. എടോ, ബിസിനസ്സുകാരന് നോ ടൈം ഫ്രെയിം വർക്ക്. മറ്റേത് 10 മണിക്ക് പോകുന്നു, 5 മണിക്ക് എത്തുന്നു. ഇതിനെ നമുക്ക് കംഫേർട്ട് സോൺ എന്ന് വിളിക്കാം. നിങ്ങളുടെ എല്ലാ കംഫേർട്ട്നെസ്സും, അതായത് നിങ്ങളുടെ EMIs, നിങ്ങളുടെ പ്രശ്നങ്ങള്, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങള്, നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ കാമുകിയുടെ കാര്യങ്ങള്, കാമുകന്റെ കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഒരു കാര്യം, ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കംഫർട്ട് സോൺ എന്നേ പറയാൻ പറ്റുള്ളൂ. യു ആർ ഡൂയിങ് എ ജോബ്. ബിസിനസ് അങ്ങനെ ആയിരിക്കരുത്. 24 മണിക്കൂറും നിങ്ങൾക്ക് കോളുകൾ വരാം. 24 മണിക്കൂറും യു ഷുഡ് ബി റെഡി ടു അറ്റൻഡ് ദ കോൾസ്, അറ്റൻഡ് ദ ബിസിനസ്. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് ചെയ്ത് എന്താ പറയാ എല്ലാ സൗകര്യങ്ങളും കിട്ടിയിട്ട് സമാധാനമായിട്ട് ഉറങ്ങാം എന്ന് ചിന്തിക്കരുത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറയാം. ഞാൻ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മാത്രം ജോലി ചെയ്തിട്ടാണ് ഏകദേശം 19,000 രൂപയോളം ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്. ഒരു മാസത്തെ പല ഗവൺമെന്റ് ജോലിക്കാരുടെ ശമ്പളവും ഒരു മാസത്തെ ശമ്പളം ഞാൻ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂറേ ഞാൻ ജോലി എടുക്കുന്നുള്ളൂ. 6 മണി മുതൽ 7 മണി വരെ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 15-ാം തീയതിയോട് കൂടിയിട്ട് അക്കൗണ്ടിലേക്ക് പേയ്മെന്റുകൾ വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? വാവ്, 50,000 ഇസ് മൈ അക്കൗണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാം? ബാക്കിയുള്ള 23 മണിക്കൂർ കിടന്നുറങ്ങാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതിയാൽ എനിക്ക് വളരാൻ സാധിക്കില്ല. സോ ആ 1 മണിക്കൂർ അവിടെ മാറ്റിവെച്ചു. ബാക്കി 23 മണിക്കൂറുണ്ട്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, ശ്രീജിത്തെ താൻ എന്തോ ചെയ്തോ, ഉറക്കം അത് പ്രധാനം. കാരണം 5 മണിക്കൂറൊക്കെയാണ് ഞാൻ ഉറങ്ങിയിരുന്ന ഒരു ദിവസം. 4.5 മണിക്കൂർ 5 മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയിരുന്നത്. എപ്പോ ഉറങ്ങിയാലും 5 മണിക്ക് എഴുന്നേക്കും. 5 മണിക്ക് ഇപ്പൊ ചില ചോദിക്കും, ഇതിൽ 5 മണിക്ക് എഴുന്നേക്കണം, 6 മണിക്ക് എഴുന്നേറ്റാ പോരെ? ഇവിടെ 5 മണിക്ക് എഴുന്നേറ്റാൽ എനിക്ക് 6 മണിക്ക് റെഡി ആവാൻ പറ്റുള്ളൂ. എല്ലാം കൊണ്ടും എനിക്ക് കുറെ റൂട്ടീൻസ് ഉണ്ട്. ഞാൻ ഏറ്റവും വലിയ മടിയനായിരുന്നു. 9 മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരുന്നവനായിരുന്നു. ഞാൻ ആ സോണ് പൊട്ടിക്കാൻ തീരുമാനിച്ചത് മുതൽ എന്റെ മാറ്റങ്ങളാണ്
ഈ കാണുന്നത് 1 മണിക്കൂർ മാത്രം വർക്ക് ചെയ്ത്, ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന അബ്ബാസിനും സനീഷിനും സുനിലിനും ഇക്ബാലിനും ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്തറിയോ, രാവിലെ എഴുന്നേക്കണം എന്നുള്ളതല്ല, നിങ്ങളുടെ പാഷൻ ആവണം നിങ്ങൾ ചെയ്യുന്ന ജോലി. സനീഷിയോട് എനിക്കറിയാം, സനീഷിക്ക് രാവിലെ ബൈക്ക് എടുത്തിട്ട് എത്ര ദൂരം വേണമെങ്കിലും ഓടാൻ ഒരു മടിയുമില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറയും, നിങ്ങൾ ആസ് എ സിഇഒ യു സിറ്റ് ഇൻ ദ ഓഫീസ് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പാഷനാണ്. സോ നൗ ഹി ഈസ് മേക്കിംഗ് മണി. ഇല്ലേ സനീഷ്? തലേന്ന് കുലിക്ക്. യെസ് യെസ്. മറ്റേതെന്തായിരുന്നു അറിയോ? പണ്ട് 2 കൊല്ലം മുന്നേ ചെയ്തിരുന്നത് താങ്കൾ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ ജോലിക്ക് വേണ്ടുമ്പോ ഉണ്ടാവുമ്പോ എന്താ അറിയോ, കയ്യിൽ കാശുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് കാട്ടി? നിങ്ങൾ അതിനെ ബിസിനസ് ആക്കി മാറ്റി. നിങ്ങൾ അപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളുടെ കയ്യിൽ കാശില്ല. എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന എനിക്കറിയാം, അതിനർത്ഥം നിങ്ങളുടെ അക്കൗണ്ടിൽ കാശുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന എംപ്ലോയി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്യുന്ന കംഫർട്ട് സോൺ എന്ന് പറയുന്നതിനെ ഒഴിവാക്കാൻ, മാറ്റിവെക്കാൻ ധൈര്യപൂർവ്വം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനാവാം. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ അനലൈസ് ചെയ്തോളൂ, നിങ്ങളുടെ എഴുതിക്കോ. ഞാനതാണ് ഇപ്പൊ പുസ്തകം പേനയും കരുതണമെന്ന് പറഞ്ഞത്. ഒരു ദിവസത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ജോലി എന്താണ്? ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ്? ജോലി എന്നുള്ളതല്ല, കാര്യം എന്താണ്? ഭക്ഷണം കഴിക്കാമെന്ന് എഴുതി വെക്കല്ലേട്ടോ ജുഹൈന. ഒരു ദിവസത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താണ്? ഞാൻ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ഇവിടെ വരുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കും എല്ലാം നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ പറയുന്ന, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കും, നാളെയും മറ്റന്നാളും ഓർമ്മയിൽ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം ഇതാണ്. 10-40,000 രൂപ 5 പൈസ കയ്യില്ലാത്തപ്പോ, നിഷയ്ക്ക് അറിയാം അതിൻ്റെയൊക്കെ ചരിത്രം. 5 പൈസ കയ്യിലില്ലാത്തപ്പോ ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം ഐപാഡ് വാങ്ങലാണ്. എന്തിനാണെന്നറിയോ? ഈ സാധനം എനിക്ക് എഴുതാനല്ലാണ്ട് വേറൊന്നിനും ഉപയോഗിക്കാൻ അറിയില്ല. ഓപ്പൺ ആയിട്ട് പറഞ്ഞു. എന്നും എന്നെ സംബന്ധിച്ചുള്ള ഇന്നത്തേക്കുള്ള കണ്ടന്റിനും ഞാൻ എവിടെയും പോയി സെർച്ച് ചെയ്യേണ്ടി വന്നില്ല. എന്റെ ഐപാഡ് ഒന്നിങ്ങനെ മറച്ചാൽ മതി. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന, ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എന്റെ കണ്ടന്റുകളാണ്. ഈ 10 ദിവസത്തെ ക്ലാസ്സിനും ഞാൻ എവിടെയെങ്കിലും പോയി പുതുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഉറപ്പ് പറയാം, സനീഷിക്കും അല്ലെങ്കിൽ രാമേന്ദ്രേട്ടനൊക്കെ പറയാം, ഇന്ന് വരെ സംസാരിക്കാത്ത ടോപ്പിക്കിലാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 100 ക്ലാസ് കഴിഞ്ഞ് ബിസ്റ്റോക്സിൽ എഴുതിയോ? എന്തിനാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇത് എഴുതി വെക്കുന്നത് നല്ലതാണ്, മറന്നു പോവാതിരിക്കാൻ. എഴുതുന്നതിന് ചിന്തിക്കുന്നതിനേക്കാൾ പവർ കൂടുതൽ. ഓക്കെ, അപ്പൊ എഴുതിയോ? ഇനി ഒരു കാര്യം, നിങ്ങൾ അടുത്ത് വന്ന് എഴുതിയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം, രണ്ടാമത്തെ പോയിന്റ് ഇട്ടിട്ട് നിങ്ങൾ രണ്ടാമത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താണ്? രണ്ടാമത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താണ്? എഴുതി കഴിഞ്ഞാൽ മൂന്നാമത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താണ്? ഈ എഴുതി വെച്ചിരിക്കുന്ന 3 കാര്യങ്ങളും 100% ജോലിയോട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റിൽ വന്നേ, യെസ് എന്നിട്ടെ, അല്ലെങ്കിൽ വൈ എന്നിട്ടെ. ഇതില് 3 കാര്യങ്ങളും ബിസിനസ്സിനോട് ബന്ധപ്പെട്ട കാര്യം മാത്രമായിട്ടുള്ള ആൾക്കാരൊന്ന് വൈകിട്ടെ. 2 കാര്യങ്ങൾ ബിസിനസ്സിനോടും 1 കാര്യം പേഴ്സണൽ ലൈഫിനോടും ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ യു എന്നിട്ടെ. 2 കാര്യങ്ങൾ ബിസിനസ്സിനോടും 1 കാര്യം പേഴ്സണൽ ലൈഫിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. 2 കാര്യങ്ങൾ പേഴ്സണലിനോടും 1 കാര്യം ബിസിനസ്സിനോടും ഉള്ളതിന് എക്സ് എന്നിട്ടെ. ഓക്കെ, 3 കാര്യം പേഴ്സണൽ ലൈഫിനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് എന്നൊന്നിട്ടെ. നോക്കട്ടെ എത്ര എക്സ് എത്ര വൈ എന്നൊക്കെ.
1 2 3 വൈകി. അല്ല, മൂന്നെണ്ണം ചെയ്യുന്നവര് ഇതാണ്. അപ്പൊ ജോലിയോട് പേഴ്സണൽ അല്ലാത്ത നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കുള്ളു സത്യം പറ? പേഴ്സണൽ എന്ന് പറഞ്ഞൊരു ചിലത് എക്സ്ട്രാ ഒരു ചെറുത് സാധനം ഉണ്ടാവും. എന്ത് ഈ സുനിൽ സാറിൽ ചെയ്യുന്ന സാധനം രാഷ്ട്രീയോ? അത് നിങ്ങളുടെ പേഴ്സണൽ അല്ലേ? അല്ലപ്പാ, ആ പേഴ്സണൽ എന്നല്ല. അല്ല, എങ്ങനെ? നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ താല്പര്യത്തിനല്ലേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് ആ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് ഓഫീസിൽ കയറി. നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇപ്പൊ കയറി. ഇപ്പോ പൊതുപ്രവർത്തനം എല്ലാം മുഴുവൻ പേഴ്സണൽ എന്നല്ല. പൊതുപ്രവർത്തനം പേഴ്സണൽ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുക. അല്ല, 3 കാര്യവും ബിസിനസ്. യെസ്, അതായത് ഏറ്റവും കൂടുതലുള്ളത് എക്സ്, അതായത് പേഴ്സണൽ ആയിട്ടുള്ള 2 കാര്യങ്ങൾ, ഒരു കാര്യം ബിസിനസ്. 2 കാര്യം എനിക്ക് ബിസിനസ്സും 1 കാര്യം പേഴ്സണലാണ് എക്സ് എന്ന് പറഞ്ഞത്. അല്ല, അത് യു അല്ലേ പറഞ്ഞത്? ഇങ്ങനെയാണ്. ആ, 2 കാര്യം ബിസിനസ്സും ഒരു പേഴ്സണലാണെങ്കിൽ യു, 2 കാര്യം പേഴ്സണൽ 1 കാര്യം ബിസിനസ് ആണെങ്കിൽ എക്സ്, 3 കാര്യം പേഴ്സണൽ ആണെങ്കിൽ ദാറ്റ്സ് കോൾഡ് എൻ. ക്ലിയർ അല്ലേ? സിയോ അജ്മലെ? അതെന്താ സി? ഞാൻ സി പറഞ്ഞിട്ടില്ല അജ്മലെ. തലതിരിഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചത്? സി വളരെ സിമ്പിൾ ആണ്. നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം ബിസിനസ്സിനോട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതും ബിസിനസ്സിനോട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ നമ്മൾ പലരും, ബഹുഭൂരിപക്ഷം പേരും നോക്കിയേ, എക്സ് മെന്നു ഏറ്റവും കൂടുതൽ കിടക്കുന്നത് യുവും. ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അത് കൊച്ചേസ് ഓഫ് ചിറ്റ്ലപ്പള്ളിയുടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി? ബിസിനസ്. ദെൻ സെക്കൻഡ് ബിസിനസ്. ദെൻ തേർഡ് ബിസിനസ്. ഫസ്റ്റത്തെ 3 കാര്യവും ബിസിനസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടായി കഴിഞ്ഞാൽ ആരാദ്യം ഹാപ്പി ആവുകയെന്നറിയോ? അത് നിങ്ങളല്ല. നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഹാപ്പി ആവുന്നത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കും. ശരിയാണോ ജുഹൈന? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, തന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുക തന്റെ 2 മക്കളായിരിക്കും. അവർക്ക് ഐസ്ക്രീം കിട്ടും, അവർക്ക് ആ സാധനം കിട്ടും, അവർ ചോദിക്കുന്ന എല്ലാം തനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും. താൻ ഹാപ്പി ആവും അല്ലെ? മറ്റേതോ കയ്യിൽ കാശില്ലെങ്കിലോ? കയ്യിൽ കാശുണ്ടെങ്കിലോ ബുദ്ധിമുട്ടാ അല്ലെ? അതുകൊണ്ടാ ഫസ്റ്റ് 3 കാര്യങ്ങൾ പ്രയോറിറ്റി ഏതാന്ന് ഫിക്സ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ, ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പലരും എഴുതി വെക്കുന്നത്? എന്നാൽ ഏറ്റവും നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നവർ സ്ത്രീകളാണെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാ? വെരി സിമ്പിൾ. സ്ത്രീകളുടെ പ്രയോറിറ്റി മാറ്റിയാൽ മതി. എത്രയോ സമയം ജുഹൈനയൊക്കെ സംബന്ധിച്ചോളം, സിന്ധുലതയൊക്കെ സംബന്ധിച്ചോളം എത്രയോ സമയം, അതായത് സിന്ധുലതയെ സംബന്ധിച്ചിടത്തോളം മക്കൾ അടുത്തില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, മക്കൾ അടുത്തില്ല, വലിയ പ്രാരാബ്ദങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. എന്നിട്ടും ബിസിനസ്സിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയാണ് അതല്ല ഇതാണ് ചെയ്യേണ്ടതെന്ന്. അത് പണ്ട് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന, നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന എംപ്ലോയി മൈൻഡ് സെറ്റ് ആണ്, കംഫർട്ട് സോൺ ആണ്. വൈകുന്നേരം 6 മണിക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ എന്തോ വലിയ കാര്യം സംഭവിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം. യുഹൈന, എന്റെ വീട്ടില് 6 മണിക്ക് ശേഷം ബസ് ഇറങ്ങിയിട്ട് നീ വീട്ടിലേക്ക് നടക്കുന്ന സമയം എന്ന് കരുതുക. നാട്ടുകാരെ കൂടുതൽ പ്രശ്നം നിനക്കാവും, നിന്റെ മനസ്സിലാവും. എന്ത് വിചാരിക്കും? ലേറ്റ് ആയി ഇനിയിപ്പോ അവരങ്ങനെ വിചാരിക്കും, ഇവരിങ്ങനെ വിചാരിക്കും. ബിസിനസ്സുകാരന്റെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വാട്ട് അതേഴ്സ് തിങ്ക്, WOT എന്ന് പറയുന്നതിനെ എടുത്ത് ദൂരെ കളയണം. ഇക്ബാൽ ഭായ്, നിങ്ങളൊരു ബിസിനസ്സുകാരനല്ലേ? നിങ്ങൾക്ക് കാറിലല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? പറ്റും. നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെന്ന് വെക്കട്ടെ, ഇറങ്ങാൻ പറ്റുമോ?
യെസ് പറ്റും. 100 കോടി രൂപ ഉണ്ടെന്ന് വെക്കട്ടെ, പറ്റുമോ? Maybe പറ്റില്ല. അതെന്ത്? അതുവരെ Mindset കോൺഫിഡൻസ് മാറി. ആയിട്ട് പറഞ്ഞിട്ട് മൈൻഡ് സെറ്റ് മാറിപ്പോയി. മൈൻഡ് സെറ്റ് മാറിയോ? വെറുതെ ചുമ്മാ പറയും. നിങ്ങൾ തന്നെയല്ലേ ഈ പേര് ഇക്ബാൽ എന്നും ആ രൂപവും ആ താടിയും അതൊക്കെ തന്നെയല്ലേ, പിന്നെന്താ അതെ, അതെ. മാറുന്നത്? ഇക്ബാൽ Mindset ബായിക്ക് automatic ഇപ്പൊ 2 മാറിപ്പോയി. പശുക്കളുണ്ട്. എങ്ങനെ? ഈ മാള ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇക്ബാൽ ബായിക്ക് 2 പശുക്കളുണ്ട്. ആ അതുകൊണ്ട് മാറാൻ പറ്റില്ല. ഞാൻ എന്റെ ചോദ്യം സുൽഭായ് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാം. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കയ്യിൽ 10 പൈസ വരുന്നേക്ക് 10 രൂപ വരുന്നതിന് മുന്നേ നമ്മൾ ആദ്യം കൺസേൺ ആവുക സമൂഹത്തിനെ കുറിച്ചിട്ടാണ്. Yes, yes, yes. അവര് അതെ, അതെ. നമ്മള് ഒരു ചായ കുടിക്കാൻ മറ്റേ റോട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നിലേക്ക് സുൽഭായുടെ ഭാഷ പറ, ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ കാർ എടുത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ബസ് കാത്തൊക്കെ ഇക്ബാൽ ബായിക്ക് പറ്റുമോ? പറ്റും, പോവാറുണ്ട് ബസ്സിൽ. ഇപ്പൊ പോവും. അതെ. ഇപ്പൊ കയ്യിൽ കാശില്ലാന്ന് എനിക്ക് മനസ്സിലായി. പറ്റില്ല നീ സീരിയസ്ലി. ഞാൻ പക്ഷെ ഒരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയട്ടെ. ഞാനത് വളരെ ഈ ആളുകൾ സമൂഹം എന്താണെന്ന് നോക്കിക്കാണാത്തൊരു സ്ഥലമാണ് ബാംഗ്ലൂർ. അപ്പുറത്തിരിക്കുന്നവൻ ആരാന്ന് പോലും എത്തി നോക്കില്ല. ഇവിടെ ഞാൻ കറങ്ങുന്ന 2-3 കോടീശ്വരൻ എന്ന് പറയാൻ തന്നെ ആരാണ് ശബ്ദം കയറി വരുന്നത്? 2-3 കോടീശ്വരന്മാരാണ് നമ്മുടെ ഒപ്പം ആവാറുള്ളത്. കോടീശ്വരന്മാരെന്ന് ഞാൻ വിളിക്കുമ്പോൾ അവർ ഇത് കേട്ട് കഴിഞ്ഞാൽ എന്നെ ഓടിച്ചിട്ട് തല്ലോ വേറെ കാര്യം. പക്ഷേ സ്റ്റിൽ വി ആർ ഏബിൾ ടു ലൈക്ക് ഒരു പാട്ട സ്കൂട്ടർ കൊടുത്തിട്ട് യാത്ര പോകാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ. മറിച്ച് നാട്ടില് ജുഹൈനാജ് ആലോചിച്ചൊക്കെ ഒരു കോടീശ്വരൻ എന്റെ നാട്ടിൽ കൂടെ ഒരു സ്കൂട്ടറിൽ ഒരു പാട്ട സ്കൂട്ടറിൽ ഒരു വണ്ടിയിൽ പോണ സീനെന്ന് ആലോചിച്ചോക്ക്. പൈസ ഉണ്ടായിട്ട് ചങ്ങായി പോണോക്കത്. ഓന് പ്രാന്താന്നല്ലേ പറയാ? അതാണ്. അതായത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, കാശുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം, കാശില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് സമൂഹത്തിന് ഒരു തോട്ടുണ്ട്. എന്റെ പഴയ ഒരു ബോസ്, പുള്ളി ബെൻസ് കാറിലേ നടക്കുള്ളൂ. ബെൻസ് കാറിൽ കടം വന്നിട്ട് പ്രശ്നങ്ങളായിട്ട് പുള്ളിയെ ബെൻസ് വിറ്റിട്ട് ഹോണ്ട സിറ്റിയിലായപ്പോ അവിടെ ഇരിക്കുന്ന ഒപ്പം പുള്ളിയുടെ എന്റെ ഒപ്പൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു ലേഡി കരയായിരുന്നു. പുള്ളിയുടെ ഒപ്പം വർക്ക് ചെയ്തിരുന്നതാണ്, പുള്ളി അണ്ടറിൽ വർക്ക് ചെയ്തതാണ്. എങ്ങനെ നടന്ന മനുഷ്യനാണ്. ഇപ്പൊ കണ്ടോ കാറൊക്കെ വിറ്റ്. ചേട്ടാ അയാള് കാറിൽ പോകണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ ആ സമയത്ത് പറയാണ് ബെൻസ് കാറിൽ പോകേണ്ട മനുഷ്യൻ ഹോണ്ട സിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും മോശമുള്ള കാറൊന്നുമല്ല. ഇപ്പൊ സമൂഹത്തിന്റെ തോട്ടത അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ചലിപ്പിക്കരുത് പ്ലീസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ടോപ്പിക് ഒന്നും മാറുന്നില്ല. എംപ്ലോയി മൈൻഡ് സെറ്റ് നമ്മുടെ ശാപമാണ്. ഓക്കെ, ക്ലിയർ? എംപ്ലോയി മൈൻഡ് സെറ്റ് നമ്മുടെ ശാപമാണ്. എന്താണ് മൈൻഡ് സെറ്റിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ മൈൻഡ് സെറ്റ്? മനസ്സെന്തിനാ? തീരുമാനമെടുക്കാനാണ്. ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതാണ്, തീരുമാനം. എനിക്ക് 2-3 കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. നിങ്ങൾ പലരും വിചാരിക്കും എനിക്കൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല, ഞാൻ എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്, എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം, ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബിലും അവൈലബിൾ ആണല്ലോ, പല വീഡിയോസ് ആയിട്ടും അവൈലബിൾ ആണല്ലോ, ഞാൻ ഇതിന്റെ ഒന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് പിന്നിലേക്ക് നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം. എനിക്ക് അവരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിലും, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വരാനുള്ള സോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിലും, നിങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെ ഉള്ളിൽ പണ്ട് നമ്മുടെ അമ്മണി ടീച്ചറോ രുക്മിണി ടീച്ചറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ദാറ്റ്സ് കോൾഡ് എംപ്ലോയി മൈൻഡ് സെറ്റ്. ഇത് മാറ്റാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ അക്വയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് നോളേജോ സ്കില്ലോ കിട്ടാനുള്ള ഏരിയ അറിയാം. നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളും വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
പക്ഷേ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന് കാരണം നിങ്ങളുടെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പഴയ എംപ്ലോയി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞാൻ എംപ്ലോയി മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ മോശക്കാരനാക്കി കാണുന്നില്ല കേട്ടോ. എംപ്ലോയി മൈൻഡ് സെറ്റ് എന്ന് ഞാൻ വിളിക്കുന്നത് ദാറ്റ്സ് കോൾഡ് കംഫർട്ട് സോൺ. ഒരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിലായിരിക്കും കളി. 10 to 5, 9 to 5 ഇതിനുള്ളിലായിരിക്കും കളി. ആകെ 8 മണിക്കൂർ, 8 മണിക്കൂറിന് മേലെ ജോലി ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് അയാളൊരു മോശക്കാരനാണ്. ശരിയല്ലേ? സത്യം പറഞ്ഞാൽ 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നുള്ളത്, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കി 16 മണിക്കൂർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 16 മണിക്കൂർ വേസ്റ്റ് ചെയ്യണം. എനിക്ക് ജുഹൈനോട് പറയാനുള്ളത്, സിന്ധുലതയോട് പറയാനുള്ളത്, സനീഷിനോട്, ഇവിടെ ഇരിക്കുന്ന ഈച്ച് ആൻഡ് എവരി ആളുകളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇഫ് യു ഡോണ്ട് ഹാവ് ഇനഫ് മണി, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാക്കാനുള്ള വഴി അറിയില്ല തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ അതിന് കാരണം നിങ്ങൾ മാത്രമാണ്. യു ആർ ദ റീസൺ. ഇഫ് യു ഡോണ്ട് ഹാവ് മണി ദെൻ യു ആർ ദ റീസൺ. നിങ്ങൾ മാത്രമാണ്. യു ആർ നോട്ട് യൂസിങ് യുവർ കാപ്പബിലിറ്റീസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 കൈ 2 കാല് എല്ലാമുള്ള സാധാരണപ്പെട്ട മനുഷ്യനാണ്. ഞാനും കച്ചവടക്കാരനാണ്, നിങ്ങളും കച്ചവടക്കാരൻ. ആരും ചിന്തിക്കേണ്ട ഞാൻ കച്ചവടക്കാരനല്ല, വെറുതെ പുസ്തകം നോക്കി കാണാപ്പാഠം പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കാന്ന് ചിന്തിക്കരുത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇക്ബാൽ ഭായ്? ഇല്ല. ചിലർക്ക് വിചാരമുണ്ട് ഞാൻ പുസ്തകം നോക്കി പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരു ട്രെയിനറാണെന്ന്. അങ്ങനെയൊക്കെ നമ്മൾ പല കാണാറുണ്ട്. ഞാൻ പറയുന്നത് വെരി സിമ്പിൾ. ഞാനും കച്ചവടക്കാരനാണ്, നിങ്ങളും കച്ചവടക്കാരനാണ്. കച്ചവടക്കാരന് ആദ്യം വേണ്ട കാര്യം എന്താ അറിയോ? സമയത്തിനെ ഉപയോഗിക്കാൻ പഠിക്കുക, എന്നിട്ട് കാശ് ഉണ്ടാക്കുക. സമയത്തിനെ എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക, എന്നിട്ട് പൈസ ഉണ്ടാക്കുക. ഇഫ് യു ഡോണ്ട് ഹാവ് ഇനഫ് മണി ദാറ്റ് മീൻസ് യു ആർ ദ റീസൺ. നിങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് പൈസ ഉണ്ടാവാത്തത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് നിങ്ങളാണ്. ഇക്ബാൽ എന്ന് പറയുന്ന ആളാണ് നിങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എങ്കിൽ ഇക്ബാൽ യു ആർ ദ കമ്പനി. നിങ്ങളാണ് കമ്പനി. നിങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ സ്പീഡാണ് നിങ്ങളുടെ കമ്പനിയുടെ സ്പീഡ്. നിങ്ങൾ എന്നുള്ള മട്ടാണെങ്കിൽ നിങ്ങളുടെ കമ്പനി ഒന്നും കൂടി കുറഞ്ഞ ഒരു പൊടിക്ക് ഗിയർ കുറച്ചിട്ടിട്ടായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൾച്ചർ എങ്ങനെയാണോ അതേപടിയായിരിക്കും നിങ്ങളുടെ ടീമിന്റെയും നിങ്ങളുടെ കമ്പനിയുടെയും കൾച്ചർ. നിങ്ങൾ വസ്ത്രത്തിൽ, നിങ്ങൾ പോകുന്ന സമയത്തിൽ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യത്തിൽ, ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു കോൺസെൻട്രേഷനും ഇല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ടീമിനോട് പിന്നെ അതൊന്നും ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. നിങ്ങൾ രാവിലെ പോകുന്ന ടീഷർട്ട് ഇട്ടിട്ട് ജീൻസ് പാന്റും ധരിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ടീമിനോട് നാളെ രാവിലെ തൊട്ടിട്ട് ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് ടിപ് ടോപ്പ് ആയിട്ട് വരാൻ പറയാനുള്ള ഒരു യോഗ്യത നിങ്ങൾക്കില്ല. കാരണം നിങ്ങളാണ് നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ കൾച്ചറാണ് നിങ്ങളുടെ കമ്പനി. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാം, നിങ്ങളുടെ വിഷനാണ് നിങ്ങളുടെ കമ്പനിയുടെ വിഷൻ. നിങ്ങളാണ് നിങ്ങളുടെ കമ്പനിയുടെ വിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കാണ് നിങ്ങളുടെ കമ്പനി 5 വർഷം കൊണ്ട് എന്താവണം എന്ന് ആലോചിക്കാനുള്ളത്. അത് നിങ്ങളുടെ എംപ്ലോയീസ് സെറ്റ് ചെയ്തു തരുമെന്നുള്ള വിഡ്ഢിത്തരമൊന്നും നിങ്ങൾ വർക്കൗട്ട് ചെയ്യരുത്. പ്ലീസ് ദയവ് ചെയ്യരുത്. നിങ്ങളുടെ വിഷനാണ് നിങ്ങളുടെ കമ്പനിയുടെ വിഷൻ. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനെയാണ് നിങ്ങളുടെ കമ്പനി ഫോക്കസ് ചെയ്യുക. അത് തന്നെയാണ് നിങ്ങളുടെ കമ്പനി ചെയ്യുക. നിങ്ങൾ രാവിലെ 12 മണി വരെ കടന്നുറങ്ങിയിട്ട് രാവിലെ 9 മണിക്ക് ഓഫീസിൽ വരാത്തവനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവൻ പറയും, സാറേ ഇത് തന്നെയല്ലേ സാറേ ചെയ്യുന്നത് എന്ന് അവൻ വിചാരിക്കും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പലരുടെയും വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഇതിൽ കാശ് ഇറക്കിയിട്ടുള്ളത്, സോ ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും, ഞാൻ പറയുന്നത് ചെയ്യാനിരിക്കുന്നവരാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതായിരിക്കും നിങ്ങളുടെ കമ്പനി, അത് മാത്രമായിരിക്കും നിങ്ങൾ. നിങ്ങൾ കാശ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. അതിന് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾക്ക് വളർച്ച വേണമെന്നുണ്ടെങ്കിൽ
ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോ നിങ്ങൾക്ക് വളർച്ച ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരും. ഡു ബെറ്റർ ദാൻ യുവർ യെസ്റ്റർഡേ. എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സോണിലേക്ക് നിങ്ങൾ വരണം. യു ഹാവ് ടു ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. എന്താ കംഫർട്ട് സോൺ? എന്താ കംഫർട്ട് സോൺ? ഇതൊക്കെ മതി. എന്തിനാ ഒരുപാട് ഉണ്ടാക്കിയിരിക്കണത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാശ് എന്ന് പറയുന്നത് പോകുമ്പോ കൊണ്ടുപോകുന്നില്ലല്ലോ. പടച്ചോൻ അങ്ങോട്ട് വിളിക്കണ സമയത്ത് കൊണ്ടുപോകാനുള്ളതൊന്നല്ലല്ലോ കാശ്, അല്ലേ? 5 മണിയായി, 7 മണിയായി, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് മനുഷ്യ? ഇല്ല, വേണ്ട വേണ്ട എന്ന് പറയുന്ന ആ സോണിനെയാണ് കംഫർട്ട് സോൺ എന്ന് പറയുക. ഒരു കാര്യം ഞാൻ വളരെ ഓപ്പൺ ആയിട്ടിരിക്കാം. നിങ്ങൾക്ക് ഇപ്പോ ഇരിക്കുന്ന അതേ അവസ്ഥയിൽ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗ്രോത്തും ഉണ്ടാവില്ല. ഇനി ഈ ഗ്രോത്ത് ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അതിനിടയ്ക്ക് 2 സോൺ ഉണ്ട്. അതിന്റെ ഒന്നിന്റെ പേര് ഫിയർ സോൺ എന്നാണ്. അതാണ് പലർക്കും ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോലും ഭയം. ഇനി അഥവാ ശ്രീജിത്ത് വല്ലതും പറഞ്ഞ് ഞാൻ മാറിപ്പോയാലും ബുദ്ധിമുട്ടാവൂലേ? പേടിയാണ്. ബിസ്റ്റോക്സ് എന്ന് പറയുന്ന രാവിലെ 6 മണിക്കുള്ള ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയ സോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയതെന്ന് പറയുന്നത്, അവർ ബ്രേക്ക് ചെയ്തിരിക്കുന്ന അവരുടെ ഫിയർ എന്ന് പറയുന്ന സോണിനെയാണ്. പേടിയെയാണ് അവർ ബ്രേക്ക് ചെയ്തത്. ജുഹൈനയുടെ മുന്നിൽ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയോ? സിന്ധുലതയ്ക്ക് ഇന്നും രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അറിയോ? സനീഷിക്ക് വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ മാറ്റിവെച്ചിട്ടാ രാവിലത്തെ 6 മണിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് അറിയോ? ആ പേടി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ കയറി ചെല്ലുന്നത് ലേണിംഗ് സോൺ എന്ന് പറയുന്ന പഠനത്തിലേക്കാണ്. അതെടുക്കാനുള്ള ധൈര്യക്കുറവിനെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ എന്റെ ഭാഷയിൽ കംഫർട്ട് സോൺ എന്ന് പറയുക. ഞാൻ തമാശക്ക് പറയും, റബ്ബർ ബന്ദ് ചുമരിലേക്ക് അടിച്ച പോലെ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് കംഫർട്ട് സോൺ, ഫിയർ സോൺ, ലേണിംഗ് സോൺ. ലേണിംഗ് സോണിലേക്ക് എത്താത്ത ഒരാള് അവൻ തിരിച്ച് കംഫർട്ട് സോണിലേക്ക് എത്തുകയും ഉള്ളതൊക്കെ മതി എന്ന് പറഞ്ഞ് മനസ്സിനെ സമാധാനിക്കുകയും കാശില്ലെന്ന് പറഞ്ഞ് കരയുകയും ചെയ്യും. ഇപ്പോഴും ഞാൻ പറയുന്നു, ബിസിനസ്സുകാരായ ആളുകളോടാണ്, മാസം 2-ാം തീയതി ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന ശമ്പളമല്ല ബിസിനസ്. എനിക്കൊന്നും കിട്ടുന്നില്ല. ഇനി വേറൊരു ധാരണ ചിലരുടെ ഇടയിലുണ്ട്, എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നു, ഞാനൊന്നും ഇപ്പൊ എടുക്കുന്നില്ല. അതും തെറ്റാണ്. അങ്ങനെ സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ എന്നോട് എത്ര, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ നിന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഞാനൊന്നും എടുക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ശമ്പളം നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ശമ്പളമായിട്ടൊരു എമൗണ്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. കാശ് കിട്ടിയാലാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ. ശരിയാണോ? കാശ് കയ്യിൽ കിട്ടിയില്ലെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടാവോ? 6 മാസം, 1 വർഷം, ഒരു പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ ഇത് ചാരിറ്റി പരിപാടി ഒന്നുമല്ലല്ലോ നിങ്ങളുടെ കമ്പനി നടത്തുന്നത്. അപ്പോ ഒറ്റ കാര്യമുള്ളൂ, ഗെറ്റ് ഔട്ട് ഫ്രം ദ കംഫർട്ട് സോൺ വേർ യു ആർ ലിവിങ്. നിങ്ങൾ എവിടെ ജീവിക്കുന്നു? കംഫർട്ട് സോണിലാണോ ജീവിക്കുന്നത്? ഗെറ്റ് ഔട്ട് ഫ്രം ദാറ്റ്. അതിനുള്ള ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനുള്ള 6 കാര്യങ്ങളാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഒറ്റ ദിവസം കൊണ്ടൊന്നും തീരില്ല. മൈൻഡ് സെറ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനത്തിന്റെ പേരാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, എംപ്ലോയർ മൈൻഡ് സെറ്റ് വേഴ്സസ് എംപ്ലോയി മൈൻഡ് സെറ്റ്. എംപ്ലോയർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന, ഈ ലോകത്ത് ജോലിയിലേക്ക് ആളുകളെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സുകാരനുള്ള മനസ്സിനെയാണ് എംപ്ലോയർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അവൻ മാത്രമേ വളരുള്ളൂ. ഞാൻ സ്റ്റാഫിനെ ഒന്നും എടുക്കുന്നില്ല, ആ പണിയൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അതിന് വേണ്ടിയിട്ട് ഒരാളെ എടുക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാൽ അവര് ബിസിനസ് ഒന്നും ചെയ്യില്ല, ഞാൻ തന്നെ അവസാനം ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടി വരും, ഞാൻ എടുത്ത സ്റ്റാഫിന് വേണ്ടിയിട്ട് ഇപ്പൊ ശമ്പളം ഉണ്ടാക്കാൻ ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കച്ചവടമല്ല മക്കളെ, ഇത്
എംപ്ലോയി മൈൻഡ് സെറ്റാ. നിങ്ങൾ പണിയെടുത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബം നോക്കണ പോലെ നിങ്ങൾ പണിയെടുത്ത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെ നോക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പേരില്ല ഇതില് സ്വന്തമായി പണിയെടുത്തിട്ട് സ്വന്തം സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? സ്റ്റാഫിനെയും കൂടി പണിയെടുപ്പിക്കുന്നില്ല, സ്വന്തമായിട്ട് പണിയെടുക്കുക. ഞാൻ അതിന് എംപ്ലോയി മൈൻഡ് സെറ്റിനെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യണ അതേ കാര്യം, നിങ്ങൾ പണിയെടുക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിനെ തീറ്റിപ്പോറ്റുന്നു. അതേപോലെ സ്റ്റാഫിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ ബിസിനസ്സുകാരെന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വെരി സോറി. ബിസിനസ് എന്ന് പറയുന്നത് ഒരു ടീമിനെ കൂടി പ്രൊവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടീമിനെ കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വിഷൻ നിങ്ങളുടെ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അത്യപൂർവമായ സംഭവമാണ്. ഡെലിഗേഷൻ, ഡെഡിക്കേഷൻ, ഡിലീഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ് ഉണ്ട് അതിൽ. അത് ചെയ്യാൻ സാധിക്കുന്നില്ലേ? ഞാൻ ഇവിടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ചിലരുടെയൊക്കെ മുഖത്ത് മനസ്സിൽ പറയേണ്ടത് എന്നെ കുറിച്ചാണ്, എന്നെ കുറിച്ച് മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് പലരും. വെരി സിമ്പിൾ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പണിയെടുത്ത് നിങ്ങളുടെ സ്റ്റാഫിനെ പോറ്റാനല്ല. എംപ്ലോയർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ കമ്പനിയിലേക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. നിങ്ങളുടെ വിഷൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്താണോ ഉന്നം വെക്കുന്നത് അത് നിങ്ങളുടെ ടീമിനും ഉന്നം വെക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ മിഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ ടീമിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ആ മിഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ ടീം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് അതുപോലെ അവർക്കും ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ മനസ്സിൽ 150 കാര്യങ്ങൾ ഓടണം. ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇക്ബാലൊക്കെ കാർ ഓടിക്കുന്ന സമയത്ത് ഇരുന്ന് കുത്തിരുന്ന് ആലോചിക്കും, അതങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്ത്, അങ്ങനെ ചെയ്ത്. അതിലൊരു കാര്യമില്ല. നിങ്ങൾക്ക് എന്താണോ വിഷൻ അത് കൃത്യം. വിഷൻ എന്താ? ദാറ്റ്സ് കോൾഡ് പ്ലാൻസ്. നിങ്ങളുടെ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് ഇപ്പോഴെന്താണ് ചെയ്യേണ്ടത്, അതാണ് വിഷൻ. ഇത് രണ്ടും നിങ്ങളുടെ ടീമിന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. സനീഷി, ഞാൻ എപ്പോഴും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ടീമിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വിഷൻ എന്താണെന്നുള്ളത് നിങ്ങളൊപ്പം നിൽക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ 5 പേരെ കൊണ്ട് ഒരു യാത്ര പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കൊടൈക്കനാൽ പോകണമെന്നാണ് ആഗ്രഹം. ഓക്കെ, നിങ്ങളാണ് ഡ്രൈവർ. നിങ്ങളൊപ്പം 5 പേര്, നിങ്ങളുടെ ബാക്കി 4 പേര് നിങ്ങളുടെ കാറിൽ ഇരിപ്പുണ്ട്. കൊടൈക്കനാലേക്ക് പോവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാളയാർ ബോർഡർ ക്രോസ് ചെയ്യണ സമയത്ത് ഒരുത്തൻ വിളിച്ചു പറയും ലെഫ്റ്റ്, ഒരുത്തൻ പറയും റൈറ്റ്, ഒരുത്തൻ പറയും നേരെ പോട്ടെ. കാരണം എന്താ അറിയോ? ഒരുത്തന് ആഗ്രഹം ഊട്ടിക്ക് പോവാനാ, വേറെ ഒരുത്തന് ആഗ്രഹം മൈസൂര് പോവാനാ, വേറെ ഒരുത്തന് ആഗ്രഹം പഴനി പോവാനാ, അല്ലെങ്കിൽ പൊള്ളാച്ചി പോവാനാ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാനാ. വാളയാർ ബോർഡർ കിടക്കുന്നുണ്ടാവും, നമുക്ക് ബോർഡർ കിടക്കാൻ പറ്റില്ല. നേരാണോ? ശരിയാണോ? അവരുടെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വൃത്തിയായിട്ട് നിങ്ങൾക്ക് എന്താണോ എവിടേക്കാണോ പോകേണ്ടത് അത് വർക്കൗട്ട് ചെയ്ത് കൊടുക്കണം. ഇന്നും ഇവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാതെ നടക്കുന്ന, ടാർഗറ്റ് സെറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന കമ്പനികളുണ്ട്. ടാർഗറ്റ് സെറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ടീമുണ്ട് ഇവിടെ. എന്റെ ചോദ്യം, ഈ മാസത്തെ ടാർഗറ്റ് സെറ്റ് ചെയ്ത എത്ര പേരുണ്ട്? ഒന്ന് ഗ്രൂപ്പിൽ യെസ് ഇട്ട്, അല്ലാത്തവരൊന്ന് നോ ഇട്ട്. ഒരുപാട് നോകൾ. ദാറ്റ്സ് വെരി ബാഡ്. ദാറ്റ്സ് വെരി ബാഡ്. മാസത്തിലെ ആദ്യത്തെ വർക്കിംഗ് ഡേ ആണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ടാർഗറ്റ് എന്താണ്? നിങ്ങൾക്ക് പേടിയാ ടാർഗറ്റിന്, അതുകൊണ്ടാണ് സ്റ്റാഫിന് ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ സൈദിക്ക, നിങ്ങൾക്ക് എവിടേക്കാ പോകേണ്ടത് എന്നുള്ളത് അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കോഴിക്കോട് പോകണം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കോഴിക്കോട് എത്തണം എന്നാണ്.
പക്ഷെ നിങ്ങൾ കോഴിക്കോട് പോണെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചാലല്ലേ നിങ്ങൾക്ക് കോഴിക്കോട് എത്താൻ പറ്റുള്ളൂ. ഒന്നുമില്ല, കോഴിക്കോടുള്ള ബസ്സിൽ കയറിയാലല്ലേ നിങ്ങൾക്ക് പൊന്നാനിന്ന് കോഴിക്കോട് എത്താൻ പറ്റുള്ളൂ. അതെ അതെ അല്ലെങ്കിൽ പോണ കാറിലാണെങ്കിൽ ഡ്രൈവറോട് പറയണ്ടേ മോനെ കോഴിക്കോട്ടേക്ക് വിടുന്ന്, വണ്ടിയിലാണ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ വണ്ടി എടുക്കൂല. ഓട്ടോറിക്ഷയിലാ പോണത്, ഓട്ടോറിക്ഷക്കാരനോട് പറയണ്ടേ നിങ്ങൾക്ക് കോഴിക്കോട്ടേക്ക് പോട്ടേന്ന്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ടാർഗറ്റ് ഇല്ലാത്ത? നിങ്ങൾക്ക് എന്താ ടാർഗറ്റ് ഇല്ലാത്ത? നിങ്ങൾക്ക് കോഴിക്കോട് പോണെന്ന് എന്നാലല്ലേ നിങ്ങൾ കോഴിക്കോട് കോഴിക്കോട് എത്തിയില്ലെങ്കിൽ ഇപ്പുറത്തെ രാവനാട്ടുകാരെങ്കിലും എത്തുള്ളൂ. എന്നിട്ട് എന്താ നിങ്ങൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യാത്തത്? നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരേണ്ട ആദ്യത്തെ മാറ്റം ഇവിടെ സൈദിക്കോട് മാത്രമല്ല പല ആളുകളോട് എനിക്ക് പറയാനുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ അല്ലെ നിങ്ങൾ എല്ലാ മാസവും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കണം. നബുൽ ഇവിടെ ഉണ്ട്. നബുൽ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. നബുലെ, നമ്മൾ ബിസ്റ്റോക്സിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മാറ്റം എന്താ? ഉണ്ടോ? ലൈനിലുണ്ടോ നബുൽ ഭായ്? എന്താണ് ആദ്യത്തെ മാറ്റം? എനിക്ക് ആദ്യം തന്നെ മാറ്റം വന്നത് എന്റെ മൈൻഡ് സെറ്റിലാണ് ഫസ്റ്റ് തന്നെ. അത് കഴിഞ്ഞ് ഇതുപോലെ നമുക്കൊരു ടാർഗറ്റ് വിഷൻ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. ആ ഇന്നലത്തെ നിങ്ങളുടെ പ്രശ്നം പണ്ട് നിങ്ങൾ അച്ചീവ്, നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ ഉണ്ടോ? പണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ടിരുന്ന 3 ലക്ഷത്തി താഴെയാണ് ഞാൻ എമൗണ്ട് പറയും. അതെ 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 ഇന്നലെ നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞത് സാർ 5 ലക്ഷം എത്താൻ പറ്റിയില്ലെന്നാ. അതെ അതെ ശരിയാണോ? നിങ്ങൾ പണ്ട് 3 ലക്ഷത്തില് ഹാപ്പി ആയിട്ട് ഇരുന്ന് പോയിരുന്നു. അപ്പൊ ഒറ്റ പ്രശ്നമുള്ളൂ, കാശ് തികയില്ല എന്നുള്ളത്. ഇന്ന് നിങ്ങളുടെ പ്രശ്നം കാശ് തികയില്ല എന്നുള്ളതല്ല. എന്നോട് അത് പറഞ്ഞിട്ട് എത്ര കാലമായി കാശ് തികയില്ല എന്നുള്ളത്? അപ്പൊ അത് പറയാറില്ല, ഇപ്പൊ ടാർഗറ്റ് എത്താറില്ല എന്നുള്ളത് പറയാറില്ല. നിങ്ങൾക്ക് ബോധ്യമുണ്ട്, നബുലിന് ബോധ്യമുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ബോധ്യമുണ്ട് ആ ടാർഗറ്റിന്റെ ഇമ്പോർട്ടൻസ്. ബിസ്റ്റോക്സിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ മാറ്റം അതാണ്, ടാർഗറ്റ് ഫിക്സ് ചെയ്യും. ഞാൻ ഒരു ഓപ്പൺ ആയിട്ട് ഞാൻ പറയട്ടെ, യു ഹാവ് ടു കീപ് യുവർ ടാർഗറ്റ്. എവിടെ ഉമ കണ്ടു ഞാൻ നോ അടിക്കുന്നത്? നോ അടിച്ചത് ഞാൻ കണ്ടു. ഞാൻ പ്രായമൊന്നും ഞാൻ നോക്കൂല കേട്ടോ, അവിടെ വന്ന് തല്ലിട്ട് ഞാൻ പോരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു കുട്ടിയെ കയറ്റുമ്പോ കൃത്യമായിട്ട് അളവുണ്ടല്ലോ, 5 കിലോമീറ്റർ ഓടിക്കുള്ളൂ എന്ന്. 6ാമത്തെ കിലോമീറ്റർ ഓടിപ്പിക്കൂലല്ലോ? ഇല്ലല്ലോ. ഈ 6ാമത്തെ കിലോമീറ്റർ ഓടിപ്പിക്കില്ല എന്നുള്ള ഉറപ്പുള്ള ആ ടാർഗറ്റ് ഉള്ള ആൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനത്തിലൊരു നിങ്ങൾക്ക് എവിടെ എത്തണം എന്നുള്ള ഒരു ടാർഗറ്റ് ഇല്ലാത്ത? കഴിഞ്ഞ മാസത്തെ എത്ര രൂപ വരുമാനമുണ്ടെന്ന് നോക്കിയിട്ടുണ്ടോ? ഇല്ല. ആ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു 1 കോടി രൂപ എന്നിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ മുഴുവൻ വെതറിയിട്ട് പോരാ. നിങ്ങൾ നോക്കില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. പാടില്ല. വെരി സീരിയസ്ലി ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയും. നിങ്ങൾ ഒരു മാസത്തെ എന്നല്ല, അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ വർഷം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഗോൾ സെറ്റിംഗ് ചെയ്തു. ഈ വർഷം നമ്മൾ ഗോൾ സെറ്റിംഗ് ചെയ്യുന്നു. അതായത് 2025 നമ്മൾ ഗോൾ സെറ്റിംഗ് ചെയ്യുന്നു. ഈ മാസം അവസാനം നമ്മൾ പ്ലാൻ ചെയ്യുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. അടുത്തൊരു വർഷം എന്ത് ചെയ്യണം, എങ്ങനെ പോണം മുന്നോട്ട്, എന്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കണം. അതാണ് ടാർഗറ്റ്, അതാണ് എംപ്ലോയർ മൈൻഡ് സെറ്റ്. നിങ്ങളുടെ വിഷനും അല്ല പ്രധാനം, അതിന്റെ ഒപ്പം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്യണം. എവിടേക്ക് ഞാൻ പോകണം, എങ്ങനെ ഞാൻ പോകണം, എന്തുകൊണ്ട് ഞാൻ പോകണം. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ റെഡി ആവണം എന്നുള്ളത്. എത്ര പേര് ചെയ്തു? ഹാൻഡ് റൈസ് ചെയ്തേ, അല്ലെങ്കിൽ യെസ് അടിച്ചേ. എത്ര പേര് ചെയ്തു? വൈ, വെൻ, വേർ, ഹൗ. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനേ സാധിക്കുള്ളൂ. ഞാനിത് എൻ്റെ ചെയ്തിട്ടാട്ടോ ഞാൻ ഈ പറയുന്നത്. ഞാൻ എന്താ ഡിസംബർ മാസം ഞാൻ മൊത്തം തിരക്കിലാണ്. 15-ാം തീയതി 16-ാം തീയതി കൂടിയിട്ട് ഞാൻ ബാംഗ്ലൂർ വിടും. എന്തിനറിയോ? എന്റെ 2025 ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ. ഞാനും നിഷയും ഇരുന്നിട്ട് കൂലങ്കുഷമായ ചർച്ചകൾ നടക്കും, അടി വരെ നടക്കും, തെറ്റിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് പോവും. അവസാനം 2-3 ദിവസം കഴിഞ്ഞിട്ട് ഏതേലും മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് 2025 എന്ത് ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനായിട്ട് ഞങ്ങൾ ഇറങ്ങാറുള്ളൂ. ഗോൾ സെറ്റിംഗിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. താല്പര്യമുള്ളവർക്ക് പറയാം, ഗോൾ സെറ്റിംഗിൽ നമ്മളൊരു ഗോൾ ഡയറിയെ തരാൻ പോകുന്നത്. ആ ഡയറിയിൽ കൃത്യമായിട്ട്, കാരണം എഴുതി വെച്ചതിന് മാത്രമേ വിലയുള്ളൂ. നമ്മൾ തമാശക്ക് പറയില്ല, അഗ്രിമെന്റ് എഴുതുമ്പോ എഗ്രിമെന്റ് ഉണ്ടെങ്കിലേ വിലയുള്ളൂ, വെറുതെ വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയാറില്ലേ?
അതേപോലെ തന്നെ മനസ്സിലിട്ടിട്ടൊന്നും കാര്യമില്ല, മറന്നു പോകുന്നേ മനുഷ്യനല്ലേ. സോ വെരി സീരിയസ്ലി യു ഷുഡ് ഹാവ് എ ടാർഗറ്റ്. നിങ്ങൾക്കൊരു ടാർഗറ്റ് വേണം. എന്നിട്ട് അറിയണം എന്തുകൊണ്ട് ഞാനത് അച്ചീവ് ചെയ്യണം. അതിന് 3 റീസൺസ് ഉണ്ടായിരിക്കാം. ഒന്ന്, എന്റെ എക്സ്പെൻസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. ഈ മാസം എനിക്ക് 10 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യണം, കാരണം എനിക്ക് 5 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ട്. 2, എക്സ്പെൻസ് മാത്രമല്ല, 2, ഫ്യൂച്ചർ. എനിക്ക് ആ ഭാവിയിലേക്ക് ഇത്ര ആവശ്യമുണ്ട്, ഇത്ര രൂപ ആവശ്യമുണ്ട്. 2 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 3 ലക്ഷം രൂപ എനിക്ക് ആവശ്യമുണ്ട്. 3, എന്റെ പേഴ്സണൽ ഗ്രോത്ത്. എന്റെ പേഴ്സണൽ ഗ്രോത്ത്. ഇവിടെ ഇരിക്കുന്ന പലരും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ശ്രീജിത്ത് കേസി ആയത്, ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ യോഗ്യനായത്, ബിസിനസിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ യോഗ്യനായത് ശ്രീജിത്ത് കേസിയിൽ കൊണ്ടുവന്ന മാറ്റം കൊണ്ടാണ്. ഇന്നും ലക്ഷങ്ങൾ കൊടുത്തിട്ട് പഠിക്കാൻ മെനക്കെടുന്നത് കൊണ്ടാണ്. ഇന്നും ലക്ഷങ്ങൾ കൊടുത്തിട്ട് പല മെന്റേഴ്സിനെയും വെച്ചത് കൊണ്ടാണ്. എന്തുകൊണ്ടറിയോ? അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യുവർ ഗ്രോത്ത് ഈസ് യുവർ പേഴ്സണൽ ഗ്രോത്ത്. യുവർ ബിസിനസ് ഗ്രോത്ത് ഈസ് യുവർ പേഴ്സണൽ ഗ്രോത്ത്. ഇനിയുണ്ട് മൈൻഡ് സെറ്റില് 2-3 കാര്യങ്ങൾ ഇനിയും വേർഡ്സ് വരുന്നുണ്ട്. എംപ്ലോയർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എനിക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ആ ഐഡിയ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കുറച്ച് വേറെ വഴികളിലൂടെയൊക്കെ പോയിരിക്കുന്നത്. ഇന്നലെ സുനിൽ ഭായ് എന്നോട് കാര്യം പറഞ്ഞു. സാറേ, അതെ, കുറച്ച് പഞ്ചാര ചേർത്ത് കുറച്ച് സ്റ്റോറിയൊക്കെ ചേർത്തിട്ട് വേണം പറയാൻ. ഇന്നലത്തത് ഭയങ്കര ടഫായിരുന്നു എന്ന് പറഞ്ഞു. ടഫ് ആവാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ബിസിനസ്സാണ്. തമാശ കളികളും ചിരികളും പരിധിവരെ മതി. നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കയ്യിന്ന് പോകും. ഒരൊറ്റ വലിയ ഉണ്ടാവുള്ള അവസാനം. അവനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. അവനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. കയ്യിൽ കാശുണ്ടെങ്കിണ്ടല്ലോ വിലയുണ്ട്. അത് ഉണ്ടാക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട്, അതുണ്ടാക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്കുണ്ട്, അതുണ്ടാക്കാനുള്ള നോളേജ് നിങ്ങൾക്കുണ്ട്. അതുണ്ടാക്കാനുള്ള സ്കില്ല് മാത്രം നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മതി. ആ സ്കില്ലിന്റെ ഭാഗമാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് സംസാരിച്ച് തുടങ്ങിയത്. ഇനിയുമുണ്ട് കുറെ കാര്യങ്ങൾ. എങ്ങനെ നമ്മുടെ ബിസിനസ്സുകാരന്റെ അപ്രോച്ച് മാറ്റണം, ബിസിനസ്സുകാരൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നാളുകളിൽ നമ്മൾ സംസാരിക്കും. ഇന്നത്തേനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ഇരുന്നിട്ട് 35 പേര് 38 പേരോളം വന്നിട്ട് ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ കേട്ട് പോയിട്ട് ഒരു കാര്യമില്ല. പ്ലീസ് ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങൾ ഗ്രൂപ്പിൽ ഇടണം. നെക്സ്റ്റ് ലെവൽ ബിസിനസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുന്നത് മറ്റേ കണ്ണാടിക്ക് മുന്നിൽ അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കാനോ തൂണിൽ മറഞ്ഞു നിൽക്കാനല്ല. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഇടണം. ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ പോയിന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും തെറ്റുകൾ എന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവണം എന്ത്, നാളെ അത് ഞാൻ പാലിക്കണം. നാളെ ഞാൻ ആ തെറ്റ് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആവശ്യപ്പെടണം. വെരി സീരിയസ്ലി. നിങ്ങളുടെ അഡ്വാൻറ്റേജ് ആണ് എന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഓക്കെ, വെരി സീരിയസ്ലി. പറയൂ, കമോൺ ട്രാ. സാർ, ഈ 2025 ടാർഗറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, വിഷൻ അപ്പൊ അതിലെ എക്സ്പെൻസ് പറഞ്ഞല്ലോ. എക്സ്പെൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ നമുക്ക് എന്തെങ്കിലും 2-3 എക്സ്പെൻസ് നമ്പർ 1 2025 എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വൈ എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട 3 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. 1 നമ്മുടെ എക്സ്പെൻസിനെ കുറിച്ച്, 2 നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച്. എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് കണ്ടീഷനിൽ പോകേണ്ട കാര്യങ്ങൾ. ഫ്യൂച്ചർ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് അല്ലേ? പുതിയ രോഗങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, മരുന്നുകളെ കണ്ടുപിടിക്കണം അല്ലെ? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നിങ്ങളുടെ പ്രൊഡക്ഷൻ ടീമിന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ നിങ്ങൾക്ക് R&D കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. യു ഹാവ് ടു ഇൻവെസ്റ്റ് ഓൺ ഇറ്റ്. ഓക്കെ. 3-ാമത്തെ കാര്യം നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്.
സനീഷ് എന്ന വ്യക്തി മാറുമ്പോഴാണല്ലോ ഇതിൽ ഏറ്റവും വലിയ മാറ്റം വരുന്നത്. അതറിയാലോ. കഴിഞ്ഞ വർഷം ഗോൾ സെറ്റ് ചെയ്ത മനുഷ്യനാട്ടോ സനീഷ്. ആ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് ഞാനത് മുഴുവൻ കേട്ടിട്ടില്ല. താങ്കൾക്ക് വന്ന മാറ്റം ഈ വർഷത്തെ 2025 ഗോൾ സെറ്റ് ചെയ്തതിനു ശേഷമുള്ള മാറ്റം എന്ന് പറഞ്ഞ്. ഗോൾ സെറ്റ് ചെയ്തപ്പോ ഒരു 1 crore എന്നൊക്കെ പറഞ്ഞാല് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാനിപ്പോ ഏകദേശം ഈ മാസം ക്ലോസ് ചെയ്യുമ്പോൾ 1 crore ടച്ച് ചെയ്യും. എന്റെ അടുത്ത് വരുന്നത് 13 ലക്ഷം 14 ലക്ഷം. എത്രയായിരുന്നു ഒരു വർഷം മൊത്തം ചെയ്തിരുന്ന കഴിഞ്ഞ വർഷം? ഇല്ല 23 ലക്ഷം. അതായത് ആവറേജ് 2 ലക്ഷം രൂപയാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വരുമാനം ഉണ്ടായിരുന്നത് അല്ലെ? അത് ഈ വർഷം ആവറേജ് നമ്മൾക്ക് എത്രയായി? ഓൾമോസ്റ്റ് 8 ലക്ഷമായി. എന്താ മാറ്റം വന്നത് സനീഷി? മൈൻഡ് സെറ്റ് മാറി. മാത്രമേ ഉള്ളൂ. സനീഷിക്ക് കൃത്യമായിട്ടൊരു ഗോൾ ഉണ്ടായിരുന്നു. 1.2 crore ടാർഗറ്റ് വെക്കുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അതാ ഞാൻ പറയുന്നത്. 1.2 crore ടാർഗറ്റ് വെക്കുമ്പോ ഈ ഇരുത്തായിരിക്കണം സനീഷി എന്റെ മുന്നിൽ. ഇങ്ങനെ ഇരിക്കണത്, അങ്ങനെ ഇരിക്കണം. ഇരുന്നിട്ട് എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാനിങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. സനീഷിക്ക് ആക്ച്വലി ആ ഗോൾ സെറ്റിങ്ങിന്റെ സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ട് നിന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് വന്നു. എന്നിട്ട് വന്നിട്ട് അങ്ങനെ ഒരു നോട്ടം നോക്കി എന്നെ. നടക്കുമോ സാറേ എന്നുള്ള രീതിയിൽ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു, എഴുത് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നീട് അത് കഴിഞ്ഞ 8 മാസം അല്ല 10 മാസം 12 മാസം കൊണ്ട് അച്ചീവ് ചെയ്തത് എന്താണ്? 1 crore എത്തി അല്ലെ? ഇത് എല്ലാവർക്കും സാധിക്കുന്നത്. ഞാൻ സനീഷിന്റെ കമ്പനി വലിയ കമ്പനി ഒന്നുമില്ല ഇക്ബാൽ, ഭയങ്കര വലിയ കമ്പനി ഒന്നുമില്ല. ഞാൻ ചെയ്യുമ്പോൾ എന്റെ അടുത്ത് വരുന്ന സമയത്ത് സനീഷി പാർട്ട്ണറും എനിക്ക് ഒരു എക്സിക്യൂട്ടീവും ഉണ്ട്. ഇന്നും ബേസിക്കലി നിങ്ങൾ മാത്രമേ ഉള്ളൂ, 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 2 സ്റ്റാഫിന്റെ എണ്ണം കൂടി, 2-3 സ്റ്റാഫ് കൂടിയിട്ടുണ്ട്. നല്ലാണ്ട് 2 ലക്ഷം ആവറേജ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് 8 ലക്ഷം ആവറേജ്. എന്നിട്ട് എന്നോട് പറയണെന്നറിയോ? സാറെ തികയുന്നില്ലെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൈസ. ഇനി അതാണ് സാർ ഫിനാൻസ് മാനേജ്മെന്റ്. അതെ, അത് എല്ലാ കമ്പനികളും ആദ്യം നേരിടുന്ന പ്രശ്നം മാർക്കറ്റിംഗ്, രണ്ടാമത് നേരിടുന്ന പ്രശ്നം ഫിനാൻസോ. നമുക്ക് ഇത്തവണ കുറച്ച് ഫിനാൻസിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യണം മാക്സിമം. എന്നോട് കഴിഞ്ഞ ദിവസം ആരാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, സുനിൽ ഭായി ആണോ അതോ ആരോ പറഞ്ഞു, അല്ല നമ്മുടെ ഷാജി ബ്രോ ആണ് പറഞ്ഞത്. ഞാൻ ആക്ച്വലി ജനുവരി ഫസ്റ്റ് വീക്കിനോട് കൂടിയിട്ട് ഗോൾ സെറ്റിംഗ് സെഷൻ വെക്കാന്നുള്ളായിരുന്നു എന്റെ പ്ലാന്. ഓക്കെ, ഷാജി ബ്രോ പറഞ്ഞു, സാറേ 1-ാം തീയതി തൊട്ടിട്ടല്ലേ നമ്മളെല്ലാവരും മാറുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ സ്വഭാവം. 1-ാം തീയതി തൊട്ട് കള്ളുടി നിർത്തുന്നു, 1-ാം തീയതി തൊട്ട് സിഗരറ്റ് വലി നിർത്തുന്നു, 1-ാം തീയതി തൊട്ടിട്ട് മറ്റേ ഒക്കെ നിർത്തുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ സ്വഭാവം. സാറേ 1-ാം തീയതി തൊട്ട് നമുക്ക് കച്ചവടം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം സാർ എന്ന് പറഞ്ഞു. ഞാൻ അതിനെ പൂർണ്ണ വിലക്ക് എടുക്കുന്നു. ഇത്തവണ നമ്മൾ ഡിസംബറിൽ അവസാനത്തെ വീക്കിൽ, ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറിന് മുന്നേ ഒരു ദിവസം, ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച, ഒരു ശനി ഞായറേ ഉള്ളൂ, ആ ശനി അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മൾ കൊച്ചിയിൽ വെച്ചിട്ട് കൂടാമെന്നൊരു പ്ലാന് ഞാൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വൺസ് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ പറയാം. എക്സ്പെൻസ് ഉണ്ട്, യെസ്, പക്ഷെ ഇത് എക്സ്പെൻസ് അല്ല, ഇൻവെസ്റ്റ്മെന്റ് ആണ്. എക്സ്പെൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾ വരണ്ട എന്റെ അടുത്തേക്ക്. ഇതൊരു ചെലവാണെന്ന് കരുതി കഴിഞ്ഞാൽ ഒരാളും ആ സൈഡിലേക്ക് വരരുത് പ്ലീസ്, ദയവ് ചെയ്തിട്ട്. ഞാൻ എന്താ പറയാ, എനിക്ക് കാശുണ്ടാക്കാനല്ല, കൃത്യമായിട്ട് നമ്മൾ ടൂളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യുന്നതാണ്. ആ ടൂളുകളെല്ലാം നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് കോസ്റ്റ് എനിക്ക് വരും നോക്കട്ടെ, അതിനെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി എടുത്തിട്ട് നമുക്ക് ഒരു ദിവസം കൂടണം. അതിൽ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു വടിയെടുത്ത ടീച്ചറുടെ കുറവ് പലർക്കും ഇവിടെ ഉണ്ട്. അതായത് ഇതൊക്കെ ഉണ്ട്, സാധനമൊക്കെ ഉണ്ട്, പക്ഷെ അത് വടിയെടുത്ത ടീച്ചർ ഒരു കുറവുണ്ട്. ആ റോളും കൂടി ഞാൻ ഇത്തവണ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ശരി, അത് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച്. ബാക്കി ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന അടുത്ത 8 ദിവസം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് പറയും പ്ലീസ്. പുതിയ ആൾക്കാർ, എനിക്ക് തോന്നുന്നു മാനു മുഹമ്മദ് കുട്ടി ആദ്യം തൊട്ട് വീഡിയോ ഉള്ളത്, മാനു, അബ്ബാസ്, അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. ഒന്ന് ദയവ് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്ത് പറയും പ്ലീസ്. മാനു പറയും പ്ലീസ്. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ആദ്യമായി കേറുന്നുള്ളൂ, ഞാൻ കേറാൻ പറ്റിയിട്ടില്ല അത്രയും ദിവസമായിട്ട്. ഇല്ല, ഇന്നലെയാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ഫ്രീ സെഷൻ തുടങ്ങിയത്. നമ്മൾ ആക്ച്വലി നമ്മുടെ പരിപാടി 121 ദിവസമായിട്ടുണ്ട്, പക്ഷെ ഇന്നലെയാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. പറഞ്ഞു. ഗോൾ സെറ്റ് ചെയ്യാനുള്ള മൈൻഡ് തന്നെയാണുള്ളത്. ഇന്ന് മുതൽ ഒരു ഇതായിട്ടുണ്ട്, മൈൻഡ് സെറ്റ് മാറ്റാനുള്ളൊരു ഇതിലാണ് ഉള്ളത്. ഓക്കെ, ശരി, താങ്ക് യു. എന്താ ബിസിനസ്, ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന ബിസിനസ് ആണ് ചെയ്യുന്നത്, ഇന്ന സ്ഥലത്താണ്, എന്റെ പേര് ഇതാണെന്ന് പറയുന്നതാണ് എപ്പോഴും നല്ലത്. എന്താ കാരണം അറിയോ? ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറെ ഇവിടെ നിന്ന് തന്നെ കിട്ടാൻ.
ഞാനുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മൂർക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൂർക്കനാട്, യെസ്. അറിയാവോ? അറിയാം, പിന്നെ ഞാൻ പാലക്കാട്ടുകാരൻ, എനിക്ക് മലപ്പുറം മുഴുവൻ അറിയാം. മലപ്പുറം കോഴിക്കോടൊക്കെ നമ്മുടെ ഏരിയയാണ്. ഞാനുള്ളത് ഇൻഡസ്ട്രിയൽ വേയിലാണ്. ഓക്കെ, ആ. ശരി, ഓക്കെ. അബ്ബാസ്, യെസ് അബ്ബാസ്, പറയൂ അബ്ബാസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് അബ്ബാസ് എന്നാണ്. തൊടുപുഴയാണ് വീട്. ആ. ഈ JCB, ഹിറ്റാച്ചി ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് സപ്ലൈ എന്റെ. യെസ്. നമ്മുടെ സുനിൽ സഖാവ് വഴിയായിരിക്കും വന്നിട്ടുണ്ടാവുക തോന്നുന്നു. അതെ. മനസ്സിലായി. തൊടുപുഴാന്ന് കേട്ടപ്പോ രണ്ടാമത് JCB കേട്ടപ്പോഴേക്ക് മനസ്സിലായി. പറയൂ. ബിൽഡിംഗ് മെറ്റീരിയൽസ്. പിന്നെ എനിക്ക് ബിസിനസ് കുറെ ഒരു 10-17 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. പക്ഷെ ഒരു ടാർഗറ്റ് അങ്ങനെയുള്ള സെറ്റിംഗ് ഒന്നുമില്ല. ബിസിനസ് എന്നും ചെയ്യണ്ടേ, എന്നും ഇങ്ങനെ വന്ന് ചെയ്തുകൊണ്ടിരിക്കണം, നടന്നും പോകണ്ടായിരുന്നു. ഇത്ര നാളും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. നമ്മളുടെ മാറ്റം മൊത്തത്തിലേ. ഞാനൊരു ഒരു മാജിക് മന്ത്രം പറഞ്ഞുതരാം. ഇന്ന് ഡിസംബറിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ്, ആദ്യത്തെ വർക്കിംഗ് ഡേ ആണ് അല്ലെ? താങ്കൾ ചെയ്യേണ്ട ഒരു കാര്യം, കഴിഞ്ഞ മാസം ഏകദേശം എത്ര രൂപ വരുമാനം വന്നു നോക്കുക, ജസ്റ്റ്. ഓക്കെ, ഈ മാസം നിങ്ങൾ ഒരു 20%, ഉദാഹരണം കഴിഞ്ഞ മാസം ഒരു 10 ലക്ഷം രൂപയാണ് വന്നിരിക്കണമെങ്കിൽ ഈ മാസം ഒരു 12 ലക്ഷം രൂപ ടാർഗറ്റ് വെക്കുക വെറുതെ. എന്നിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്ക്. എന്നിട്ട് ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും എഴുതി വെക്കുക. 12 ലക്ഷം എന്നുള്ളത് മൊബൈലിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള പേപ്പറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം. ഇത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും പറയണ്ട, നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. എഴുതി വെച്ചു തരാം. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഒന്ന് കണ്ടു നോക്ക്, നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും, ഉറപ്പുള്ളൂ. എത്ര എമൗണ്ട് എന്ന് ഞാൻ പറയില്ല, അത് താങ്കളുടെ ഇഷ്ടം. ഓക്കെ, വർക്കൗട്ട് ചെയ്യും. അതേപോലെ അടുത്ത വർഷത്തെ വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് വർക്കൗട്ട് ആവും. അതാണ് ഗോൾ സെറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗോൾ സെറ്റിംഗിന് നമുക്ക് ഡയറി ഒക്കെ ഉണ്ട്. നമുക്ക് ഗോൾ ഡയറി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിന്റെ ഹാർഡ് കോപ്പി എൻ്റെ അടുത്ത് ഇരിപ്പില്ല. അതിന്റെ ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇതാണ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഗോളിൻ്റെതാണ്. ഇതിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതും. കണ്ടോ, 2023 എന്തുണ്ടായി, 2024 എന്ത് കയറണം, ഏത് ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഐപാഡ് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ടാണ് നമുക്കത് ഡയറി ആയിട്ട് തരും. നിങ്ങൾക്ക് ഡയറിയിൽ ഡെയിലി എഴുതണം. ബിസിനസ്സുകാരനെ ഏറ്റവും ഈസി ആയിട്ടുള്ള മനുഷ്യനാണെന്നാണ് നമ്മളൊക്കെ വിചാരിക്കണം. അങ്ങനെയല്ല, ഏറ്റവും ടഫ് ആയിട്ടുള്ള മനുഷ്യനാണ്. യെസ്. ഇന്നത്തെ ക്ലാസ് കൊണ്ട് എന്ത് കിട്ടി? നമുക്കൊരു ടാർഗറ്റും ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് മൊത്തത്തിലേ സമയം ഉപയോഗിക്കുക. സമയം എപ്പോഴും ടൈമില്ല എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ടൈം ഉണ്ടാക്കണം നമ്മള്. പിന്നെ ടാർഗറ്റ്. ഓക്കെ, താങ്ക് യു. എനിബഡി എൽസ്? വേറെ ആരെങ്കിലും ആക്റ്റീവായിട്ടിരുന്നവർ, ഇനി വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ സംസാരിക്കൂ പ്ലീസ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ഞാൻ പേര് വിളിക്കുന്നില്ല. ആരുമില്ലേ? ഓക്കെ, യെസ്. ആരാ ശബ്ദം എവിടുന്ന കേട്ടു? പറയൂ ലീന. ഒന്ന് മൈക്ക് അടുത്തേക്ക് വെച്ച് സംസാരിക്കണേ, സൗണ്ട് കുറവുണ്ട്. പറയൂ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സില് ഗോൾ സെറ്റിംഗ് കിട്ടി, അതുപോലെ തന്നെ നല്ലൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അത് അതാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കിട്ടിയത്. പറയാനറിയില്ല, എനിക്ക് കിട്ടിയ പോയിന്റുകൾ അതായിരുന്നു. ഒരു കോൺഫിഡന്റ്, പിന്നെ അതുപോലെ തന്നെ ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഐഡിയാസ്. ക്ലിയർ. ഓക്കെ, താങ്ക് യു. അനു വിജയൻ റൈസ് ചെയ്തിട്ടുണ്ട്. പറയൂ അനു വിജയൻ. റൈസ് ചെയ്തത് സംസാരിക്കാൻ തന്നെ അല്ലായിരുന്നോ? അൺമ്യൂട്ട് ചെയ്തിരുന്നോ?
ഓക്കെ. കേൾക്കാമോ? യെസ്, കേൾക്കുന്നുണ്ട്. കറിയും ഞാൻ താങ്കൾ ബൈക്കിലാണെന്ന് മനസ്സിലായപ്പോ ഞാൻ വീഡിയോ ഓഫ് ചെയ്താ കേട്ടോ. ഓ, വീഡിയോ ഓൺ ആയോ? ഓൺ ആയിരുന്നു ഇത്രയും നേരം, കുറച്ചു നേരമായിട്ട്. ഞാനത് വണ്ടി ഓടിക്കുന്ന സമയത്ത് വീഡിയോ ഓൺ ആക്കുന്നത് ഞങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഇവിടെ. അല്ല, ഞാനത് ഓഫ് ചെയ്ത് വെച്ചിരുന്നത്. അത് ഫോൺ കൈ തട്ടി ശരി, ഓൺ ആയിക്കാണ്. ഓക്കെ, കാരണം മറ്റുള്ളവർക്ക് പറയൂ. ഡിസ്റ്റർബ് ആവുമല്ലോ. നോ പ്രോബ്ലം, ഞാനത് ഓഫ് ആക്കിയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല സാർ, ഇന്ന് കുറച്ച് നമ്മുടെ ഇടയ്ക്ക് ഫിയർ ഇങ്ങനെ മാറ്റി ലേണിങ്ങിലോട്ട് വന്നതാണ്. അപ്പൊ വീണ്ടും തിരിച്ചു പോയി എന്നുള്ള ഒരു ബോധം എനിക്ക് വന്നു കംഫർട്ട് സോണിലോട്ട്. അനുവിന് എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണെന്നൊന്ന് പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും. ആൾറെഡി സാർ ഇപ്പൊ ഞാൻ നാട്ടിലാണ്. ഇപ്പൊ എന്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കാരണം നാട്ടിലോട്ട് വരേണ്ടി വന്നു. നാട് ഏതാണ്, എന്താണ്, എങ്ങനെയാണ്, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല അനു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിപ്പം തിരുവനന്തപുരമാണ്. എന്റെ നാട് തിരുവനന്തപുരമാണ്. ഞാനിപ്പോ ഒരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വെൽനസ് പ്രോഡക്റ്റിന്റെ കമ്പനിയാണ്. വെൽനസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഗ്രീൻസ് എന്നുകൊണ്ട് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു വെൽനസ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ അവര് പ്രൊഡക്ഷനും മാർക്കറ്റിംഗും ആണ്, ഡിസ്ട്രിബ്യൂഷനും. അപ്പൊ അവിടെ മാനേജറായിട്ട് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നു. നേരത്തെ ട്രെയിനർ ആയിരുന്നു ശിവസാറിന്റെ കൂടെ. കുറച്ച് എനിക്കറിയാനുവിനെ, പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. എന്റെ പാഷൻ എന്ന് പറഞ്ഞ ട്രെയിനിങ് തന്നെയാണ്, ഒരു ട്രെയിനർ ആവുക. അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ ഒരു ജോലി കൂടി ചെയ്യുന്നു. ശരി അനു, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇക്ബാൽ ഭായ് പറയും. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് എല്ലാവർക്കും മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഇക്ബാൽ എന്നാണ്. എന്റെ സ്ഥലം ശരിക്കും പട്ടാമ്പി വല്ലപ്പുഴയാണ്. ഞാനിപ്പോ സെറ്റിൽ ആയിട്ടുള്ളത് തൃശ്ശൂരാണ്. സാർ ഇന്ന് രാവിലെ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു 1-2 കാര്യങ്ങളിൽ ഞാൻ ചേഞ്ച് ചെയ്തൊരു കാര്യം ആദ്യം പറയാണ്. ആർക്കെങ്കിലും ഉപകാരമാവെങ്കിൽ ഉപകാരമായിക്കോട്ടെ. അതായത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവര് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, ഇതെന്തായി. പിന്നെ ഞാനൊക്കെ വന്നിട്ടുള്ള ഒരു നാട്ടും പുറത്തുനിന്നാണ്. അപ്പോ അവിടുത്തെ ഉള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുന്നേ ഒരു ബെൻസ് കയറിപ്പോയി, പിന്നെ ഡൗൺ ആയി കഴിഞ്ഞാൽ അയ്യോ അവൻ മറ്റേ ബിസിനസ്സിൽ തകർന്നു, മറ്റേ അത് കൊണ്ടുപോയി കളഞ്ഞു, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അപ്പൊ ഈവൻ ഞാനിപ്പോ തൃശ്ശൂർ വന്ന് സെറ്റിൽ ആയിട്ട് ഒരു സ്റ്റഡി അബ്രോഡിന്റെ ഒരു സ്ഥാപനം ഉണ്ട്. പിന്നെ വേറെ എഡ്യൂക്കേഷൻ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ജൂണിലേക്കാണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആവുള്ളൂ. അപ്പൊ ഈ 2 ബിസിനസ് ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്ന കാരണം, ഇപ്പൊ എന്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല, എന്റെ ഉമ്മക്ക് പോലും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളാണെന്നുള്ളത്. എന്റെ വൈഫിനും മോള് 2.5 വയസ്സായിട്ടുള്ളൂ, ആർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതിലുള്ള ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാർക്കും ഇതേപോലെ ആദ്യമാണ് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കോ, അല്ലെങ്കിൽ ആ ക്യാഷ് പോവോ, അങ്ങനത്തെ കുറെ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തീരുമാനം എടുത്തത്. എന്നാൽ എനിക്ക് അത്യാവശ്യത്തിന് വീട്ടിൽ പോകാൻ തൃശ്ശൂർ ആയതുകൊണ്ട് ഒരു 45 കിലോമീറ്റേഴ്സിന്റെ ഡിസ്റ്റൻസ് ഉള്ള ഒരു 1.5 hours കൊണ്ട് വീട്ടിലെത്താം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് വേറൊരു ഡിസിഷൻ, മനസ്സിലായ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഫുൾ ടൈം ബിസിനസ്സിലുള്ള ഒരാളാണ്. നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ ബിസിനസ് ചിലപ്പോൾ രാത്രി 1 മണിക്കൊക്കെ എണീറ്റിട്ട് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഫുൾ ടൈം ബിസിനസ്സിലാണെങ്കിൽ കൂടി നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് ഇനി വേണം പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ. അതായത് ഇപ്പൊ നമ്മള് ഓഫീസ് ടൈമിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ ആൾക്കാരോട് വെറുതെ നോർമലി ബിസിനസിനെ കുറിച്ച് അല്ലാത്ത ടോക്സ് കാര്യങ്ങൾ അല്ലാത്ത നമ്മുടെ ഇടയിൽ വരും. അപ്പൊ അതിന്റെ പുറകെ നമ്മൾ പോകും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തായാലും ഞാൻ മാറ്റേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായി. താങ്ക് യു സാർ. താങ്ക് യു. എനിപ്പറ്റി ആർക്കെങ്കിലും ഈ പറയാനുണ്ടോ? ഓക്കെ, അപ്പൊ നാളെ കാണാം, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ മറക്കണ്ട, ഗ്രൂപ്പില് നിർബന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളതും, ഇവിടെ പറഞ്ഞില്ലെങ്കിലും വീഡിയോയിൽ പറഞ്ഞില്ലെങ്കിലും എന്ത് കിട്ടി എന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. അത് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ഉപകാരപ്പെടും. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. ഗുഡ് മോർണിംഗ്. താങ്ക് യു സർ. താങ്ക് യു സാർ.